بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم على سيدنا ومولانا محمد يا سيد السادات جئتك قاصدا أرجو حماك وأحتمي بحماك يا مالكي كن شافعي في فاقة إني فقير في الورى لغناك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ ഖബൂൽ ചെയ്തു തരട്ടെ. നാളെ അവന്റെ പാരത്രിക ലോകത്ത് അനുകൂലമായി നിൽക്കുന്ന അഅ്മാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ ഈ ഒരു ഒത്തുകൂടലും പിരിയലെല്ലാം ആക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, വിശുദ്ധ റമളാനിന്റെ പകുതിയും നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു. ഇനി നമ്മൾക്ക് ബാക്കിയുള്ളത് 15-14 ദിവസം മാത്രമാണ് റമളാനിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇന്നലെ രാത്രി മുതൽ നാം എല്ലാവരും വിത്റിൽ അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ ഖുനൂത്ത് ആരംഭിച്ചിട്ടുണ്ട്. വിശുദ്ധമായ റമളാനിന്റെ പകുതി നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രാത്രിയേക്കാളും കഴിഞ്ഞ ദിവസത്തെക്കാളുമെല്ലാം പ്രതിഫലം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ മുമ്പത്തെക്കാൾ നാം കൂടുതൽ ഈ ദിവസങ്ങളെല്ലാം ധന്യമാക്കാനുള്ള ശ്രമം ഉണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ റമളാനിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ക്രമീകരിക്കുകയും അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മളിൽ നിന്നും പൂർണ്ണമായി വിട പറയുകയും
രണ്ടാമത്തെ ഭാഗമാകുന്ന മഗ്ഫിറത്തിന്റെ പത്തിലാണ് നാം ഒക്കെ ഒത്തുകൂടിയിരിക്കുന്നത്. മഗ്ഫിറത്തിന്റെ പത്തിൽ കൂടുതലായും മഗ്ഫിറത്ത് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്. മഗ്ഫിറത്ത് അത് ലഭിക്കാതെ നമ്മൾക്ക് വിജയിക്കാൻ കഴിയില്ല. റഹ്മത്ത് എത്രത്തോളം നമുക്ക് അനിവാര്യമാണോ അതേപോലെ തന്നെ മഗ്ഫിറത്തും നമ്മൾക്ക് അനിവാര്യമാണ്. ലോകോൽപത്തി മുതൽ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ നിന്ന് ഈ ഭൂലോകത്തേക്ക് അല്ലാഹു അവരെ അയച്ചപ്പോൾ അവിടുന്ന് ആദ്യമായി ദുആ ചെയ്തത് വിശുദ്ധ ഖുർആനിലെ അൽ ബഖറ സൂറത്തിൽ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ദുആ ചെയ്തത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, സ്വശരീരത്തോട് ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഇൻ ലം തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം കിട്ടിയില്ലെങ്കിൽ, ലഭിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും എന്നാണ് ആദ്യമായി തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ദുആ ചെയ്യുന്നത്. ഇങ്ങനെ പ്രവാചകന്മാരുടെ മുഴുവനും ദുആ എടുത്തു നോക്കിയാലും അവരുടെ എല്ലാവരുടെയും ദുആയിൽ മഗ്ഫിറത്തിനെയാണ് ചോദിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹൂദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വഇല്ലാ തഗ്ഫിർ ലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. അവിടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് വഇല്ലാ തഗ്ഫിർ ലി, എനിക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് എന്നാണ്. അങ്ങനെ നോക്കിയാൽ മഗ്ഫിറത്തിന് വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്ത് നമുക്ക് പഠിപ്പിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ആ ദുആ ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടെ അദ്കാറുൻ നബവിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ റുകൂഇഹി വസുജൂദിഹി, അവിടത്തെ റുകൂഇലും സുജൂദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലാറുണ്ടായിരുന്നു സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് എന്ന ദിക്ർ ചൊല്ലിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തത് അല്ലാഹുമ്മ ഗ്ഫിർ ലീ, എനിക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ദുആ ചെയ്യുന്നത് ആരാണ്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ എല്ലാവരും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. എങ്കിൽ സാധുക്കളായ നമ്മൾ, ദൈനംദിനം തെറ്റുകൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എത്രമാത്രം മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം? ഏതെങ്കിലും ഒരു സമയത്ത് ഒഴിവ് കിട്ടുമ്പോൾ മാത്രം അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഇനിയുള്ള 4-5 ദിവസം മുഴുവനും മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി തരുമാറാവട്ടെ. അങ്ങനെ ആ മഗ്ഫിറത്ത് കിട്ടിയാൽ നമ്മൾ വിജയിച്ചു. മഗ്ഫിറത്ത് കിട്ടിയാലേ വിജയിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മഗ്ഫിറത്ത് കിട്ടിയ ഒരു വിഭാഗമാണ് നമ്മുടെ എല്ലാം കാവലും അത്താണിയുമായ ബദരീങ്ങൾ. ഖദ്ദസല്ലാഹു സിർറഹു. ബദരീങ്ങൾ
നാളെയാണ് ബദരീങ്ങളെ ആണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഉറൂസ് ഏതെന്ന് ചോദിച്ചാൽ നമുക്കോരോരുത്തർക്കും പറയാൻ കഴിയും, അത് ബദരീങ്ങളെ ഉറൂസാണ്. എല്ലാ നാടുകളിലും അവിടത്തെ പള്ളികളിൽ, മസ്ജിദുകളിൽ വളരെ വിപുലമായി നടക്കുന്ന ഒരാണ്ട് നേർച്ചയാണ് ബദരീങ്ങള ആണ്ട് നേർച്ച. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഉറൂസായി നമുക്ക് ബദരീങ്ങളെ ഉറൂസിനെ കാണാൻ കഴിയും. നാളെയാണ് ബദരീങ്ങള ആണ്ട്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ പരാമർശിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ വേദി ഇവിടുന്ന് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റമളാൻ 17 ഒരു വെള്ളിയാഴ്ച പകലിലാണ് ബദർ സമരം നടക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വെള്ളി രാത്രി ബദറിലേക്ക് എത്തുകയും വെള്ളിയാഴ്ച പകൽ ബദർ സമരം നടക്കുകയും ചെയ്യുന്നു. ശേഷം അവിടുന്ന് 3 ദിവസം അവിടെ തന്നെ തങ്ങിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും. ബദറിൽ പങ്കെടുത്ത സ്വഹാബത്ത് 305, 306 എന്നിങ്ങനെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ചെല്ലുന്ന അസ്മാഉൽ ബദർ, നമ്മൾ വീടിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന, കാവലായി നമ്മൾ എഴുതി വെക്കുന്ന ബദരീങ്ങൾ, ആ പേരുകൾ 315, 316, നമ്മൾ പറയുന്ന 313 എന്നിങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ് കാരണം? ബദർ യുദ്ധത്തിന്, സമരത്തിന് പങ്കെടുത്തവർ 305, 306 പേരാണ്. എന്നാൽ നമ്മൾ അസ്മാഉൽ ബദറിൽ നമ്മൾ ചെല്ലുന്നത് അതിൽ നിന്നും 10 ആളുകളെ നമ്മൾ കൂട്ടി എണ്ണുകയാണ്. എന്താ കാരണം? കാരണം 10ഓളം സ്വഹാബികൾ അവരുടെ ചില കാരണങ്ങളാൽ അവർക്ക് ബദറിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ ബദർ സമരത്തിൽ അവർ പങ്കെടുത്തിട്ടില്ല. പക്ഷേ അവർക്ക് ബദരീങ്ങൾ എന്ന വലിയൊരു സ്ഥാനം അവർക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 10 ആളുകളെ എന്തുകൊണ്ടാണ് അവർ ബദറിലേക്ക് എത്താത്തത് എന്ന ഒരു ചെറിയൊരു പഠനം നമുക്കിവിടെ നടത്തണം. ഒന്നാമതായി, ബദറിലേക്ക് പോകാതെ ബദരീങ്ങൾ എന്ന പേരിൽ ലിസ്റ്റ് വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 3ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. നാം അസ്മാഉൽ ബദർ ചെല്ലുമ്പോൾ അതിൽ 3ാമതായോ 4ാമതായോ നമ്മൾ ചെല്ലാറുണ്ട്. പക്ഷേ ബദർ യുദ്ധത്തിൽ മഹാനവറുകൾ പങ്കെടുത്തിട്ടില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ സമരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം സ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോൾ, സമ്പത്ത് വീതിച്ചു കൊടുക്കുമ്പോൾ, ഈ 10ഓളം വരുന്ന സ്വഹാബികൾക്ക് ആ സമ്പത്തും മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കുന്നത്? ബദറിൽ അവർ വരാതെ ബദരീങ്ങൾ എന്ന പേരും ബദറിൽ കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കുകയും ചെയ്തത് എന്തിനാ? മഹാന്മാർ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബദറിലേക്ക് വരാൻ പറ്റിയില്ല. അന്ന ഉസ്മാന തഖല്ലഫ അലൈഹാ ബിഅംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ മരിയളത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നു ഭാര്യ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ റുഖയ്യ ബീബി റളിയല്ലാഹു അൻഹക്ക് ആ സമയത്ത് രോഗമായതുകൊണ്ട് തന്നെ റുഖയ്യ ബീബി റളിയല്ലാഹു അൻഹുവിനെ ചികിത്സിക്കാനും അവിടുന്ന് ശുശ്രൂഷ നടത്താനുമെല്ലാം ഭർത്താവാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിർത്തുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ബദറിലേക്ക് വരണ്ട. ഭാര്യയാകുന്ന റുഖയ്യ ബീബി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ അവിടെ വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം.
ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകളെല്ലാം കൊടുത്ത് ചികിത്സിക്കണം എന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഭാര്യക്ക് അസുഖം വന്നാൽ ഭർത്താവ് തന്നെ അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണം. നമ്മളെ നാട്ടിലൊക്കെ ഭർത്താക്കന്മാർ ചിലപ്പോ തിരിഞ്ഞു നോക്കൂല, ഇവിടെ ചിലപ്പോ അങ്ങനെ ഉണ്ടാവൂല. ഭർത്താവിന് അസുഖം വന്നാലോ, ഭർത്താവിന് അസുഖം വന്നാൽ അന്ന് ഭാര്യ ഉറങ്ങൂല. എല്ലാ ഒത്താശകളും ചെയ്ത് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഭർത്താവിനെ പൊന്നുപോലെ നോക്കി ആ അസുഖം മാറാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും ഭാര്യ. സ്വന്തം ശരീരം പോലും അവിടുന്ന് ചിന്തിക്കൂല. അത്രയും സ്നേഹത്തോടെ ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും ഭാര്യ. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക്, ഉമ്മമാർക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്യട്ടെ. പക്ഷേ ഭാര്യക്ക് അസുഖമായാലോ ഭർത്താവ് ചിലപ്പോ കണ്ട പോലെ ഉണ്ടാവില്ല. സുഖമില്ലാതെ കിടക്കുമ്പോയിരിക്കും ഭർത്താവ്, എവിടെ എന്റെ കുപ്പായം, എവിടെ എന്റെ ബനിയന്, എവിടെ എന്റെ മറ്റു സാധനങ്ങൾ എന്നൊക്കെ ചോദിച്ച് അപ്പോഴും ഭാര്യ ബുദ്ധിമുട്ടിക്കും. സാധുവായ പെണ്ണ് ആ സമയത്തും എങ്ങനെയെങ്കിലും എണീച്ച് ഭർത്താവിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. അല്ലാതെ എനിക്ക് സുഖമില്ല, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഉമ്മമാര് ചോദിക്കാറില്ല. പക്ഷെ അങ്ങനെ ആവരുത്. ഭർത്താക്കന്മാരൊക്കെ അങ്ങോട്ട് ചികിത്സിക്കണം, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം, അവർക്ക് വേണ്ടി എല്ലാ ഹിദ്മത്തും ചെയ്യാനുള്ള ഒരു മനസ്സ് ഭർത്താക്കന്മാർ നമ്മൾക്കുണ്ടാവണം. പറഞ്ഞു വന്നത്, റുഖയ്യ ബീബി റളിയല്ലാഹു അൻഹയെ രോഗിയായിരിക്കെ അവിടെ നിന്ന് നോക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ബദറിലേക്ക് അവിടെ നിന്ന് വരാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബദറിലേക്ക് പോകുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭാര്യയാകുന്ന റുഖയ്യ ബീവിയുടെ അടുത്ത് തന്നെ താമസിക്കുന്നു. അങ്ങനെ ബദർ നടക്കുന്ന ആ സമയത്ത് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. അവിടെ നിന്ന് വഫാത്താകുന്നു. വഫാത്താകുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദ് ഇബ്നു ഹാരിസ എന്ന സ്വഹാബിയെ അവിടെ നിന്ന് പറഞ്ഞയച്ച് നാട്ടുകാരോട് ബദർ നമ്മൾ വിജയിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും അത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നു. വഫാത്തായ ശേഷം റുഖയ്യ ബീവിയുടെ എല്ലാ കർമ്മങ്ങളും അവിടെ നിന്ന് മയ്യത്ത് പരിപാലനങ്ങൾ, എല്ലാ കാര്യങ്ങളും ഭർത്താവാകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുക്കുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ബദറിൽ പങ്കെടുക്കാതെ ബദ്രീങ്ങൾ എന്ന ആ വലിയ അതിമഹത്തായ ലിസ്റ്റിൽ പേര് വന്നത്. എന്നാൽ അടുത്ത ആളാരാണ്? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അതുപോലെ സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഈ രണ്ടാളുകളും അസ്മാഉൽ ബദറിൽ നമുക്ക് പേര് കാണാം. പക്ഷേ ബദർ യുദ്ധത്തിൽ അവർ പങ്കെടുത്തിട്ടില്ല. എന്തേ അവർ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ബദറിലേക്ക് യാത്ര തിരിച്ചിരുന്നു. മദീനയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അങ്ങനെ അവർ നബി തങ്ങളുടെ കൂടെ പോകുന്നു. വഴിയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഅസഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിതജസ്സുസി അലാ അഖ്ബാരി ഖുറൈശ്. ഈ രണ്ടാളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുടെ, ശത്രുക്കളുടെ രഹസ്യങ്ങൾ അറിയാൻ, രഹസ്യങ്ങൾ ചോർക്കാൻ അവരെ പറഞ്ഞയക്കുകയായിരുന്നു. നിങ്ങൾ പോയി ഖുറൈശികളുടെ രഹസ്യങ്ങളൊക്കെ അറിയണം, അവരെന്തൊക്കെയാണ് കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അതിനെപ്പറ്റി പഠിക്കണം. അതിനുവേണ്ടി നോക്കാൻ വേണ്ടി ഈ രണ്ടാളുകളെയും പകുതിയിൽ നിന്ന്, വഴിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ബദറിലേക്കൊക്കെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നതിന് മുമ്പ് ബദറിലേക്കെല്ലാം പോയി. എന്നിട്ട് വേറെ വഴിയിൽ കൂടി അങ്ങനെ എല്ലാം പോയി അന്വേഷിച്ച് നേരെ മദീനയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ആ എത്തുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടുന്ന് ബദറിലേക്ക് പുറപ്പെട്ട വിവരം അപ്പോഴാണ് അവർക്കറിയുന്നത്. എങ്കിലും അവർക്ക് പോവാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അവർ അവിടുന്ന് മദീനയിൽ നിന്ന് ബദറിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ്
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബദർ ജയിച്ചടക്കിയിട്ട് മടങ്ങി വരികയാണ്. അതുകൊണ്ട് ഈ രണ്ടാളുകൾക്കും അവിടുന്ന് ബദറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ബദർ യുദ്ധത്തിന്റെ സമയത്ത് ആ പോർക്കളത്തിൽ പോയി യുദ്ധം നടത്താൻ അവർക്ക് സാധ്യമായിട്ടില്ല. മറിച്ച് അവരെ ബദരീങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുകയും അതോടൊപ്പം ബദറിൽ കിട്ടിയ ആനുകൂല്യങ്ങൾ, സ്വത്തുക്കൾ, മുതലുകൾ, സമ്പത്തുകൾ എല്ലാം അവർക്കും വീതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി ബദറിലേക്ക് പങ്കെടുക്കാൻ കഴിയാതെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയ ഒരാളാണ്, സഹാബിയാണ് അബൂ ലുബാബത്ത് ഇബ്നു അബ്ദുൽ മുൻദിർ അൻസാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളും ബദറിലേക്ക് യുദ്ധത്തിന് പോയി എത്തിയിട്ടില്ല, പക്ഷേ ബദരീങ്ങളിൽ പെട്ടിട്ടുണ്ട്. കാരണം മഹാനവറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബദറിലേക്ക് യാത്രയിൽ പോയിട്ടുണ്ട്. അങ്ങനെ റദ്ദഹു മിന റൗഹ, റൗഹ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ മടക്കി അയക്കുകയാണ്, തിരിച്ചയക്കുകയാണ്. നീ പോകണം. എന്തിനു പോകണം? വസ്തഖ്ലഫു മിനൽ മദീന, അവിടുന്ന് പറഞ്ഞയച്ചു. എന്നിട്ട് ആ മദീനയാകുന്ന ആ നാടിന്റെ ഭരണം, അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു? അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഒരു ഉത്തരവാദിത്വ ബോധമാണ്, ഒരു ഉത്തരവാദിത്വ ബോധമാണ്. അത് നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നാം കൃത്യമായി പാലിച്ചാലേ നമുക്ക് ആ ബാധ്യത നിറവേറ്റിയെന്ന് പറയാൻ കഴിയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഒരുപാട് പണികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നാടിനെ മുഴുവനും വളരെ ക്രിയാത്മകമായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഭരണം നടത്തി കൊണ്ടുപോകുമ്പോഴാണ് ബദർ പോർക്കളത്തിലേക്ക് പോകേണ്ടി വരുന്നത്. ആ സമയത്ത് എല്ലാം വിട്ടുകൊണ്ട് ബദർ പോർക്കളത്തിലേക്ക് പോയാൽ ഇവിടെയുള്ള എല്ലാ തർത്തീബും തെറ്റും. മദീനയിലെല്ലാം പച്ചപിടിച്ച് വരികയാണല്ലോ, എല്ലാ തർത്തീബും തെറ്റും. ആ ഒരു ഉത്തരവാദിത്വ ബോധം നേതാവാകുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് വസ്തഖ്ലഫു മിനൽ മദീന, ആ മദീനയുടെ ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ലുബാബയെ ഏൽപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടി എല്ലാം അവിടെ നിന്ന് ഏൽപ്പിക്കുകയാണ്. സംഘടന പ്രവർത്തിക്കുന്ന ആളുകൾ, പള്ളി മദ്രസകളുടെ മേധാവികൾ നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ പടച്ചറബിനോട് ഉത്തരം പറയേണ്ടി വരും. നാം ജനറൽ ബോഡിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ കൗൺസിലിന് മാത്രം വന്ന് തല കാണിച്ച് ഒരു ഒപ്പിട്ട് ഇങ്ങനെ പോകുന്നതിന് പകരം സദാസമയങ്ങളിൽ എല്ലായിടത്തും നമ്മളെ സാന്നിധ്യം ഉണ്ടാവണം. ആ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ചവരാകുന്നത്. ഇനി അഥവാ അത്യാവശ്യ കാര്യങ്ങൾക്ക് ചിലപ്പോൾ എല്ലാത്തിനും എത്തിപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള മറ്റു കാര്യങ്ങൾ അതിനുവേണ്ടി പകരത്തിനാളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഉണ്ടാക്കണം. അത് കൃത്യമായി നിറവേറ്റാതെ നമ്മൾ മുന്നോട്ട് പോയാൽ കാര്യങ്ങളൊന്നും ശരിയായി കിട്ടുകയില്ല. അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. റൗഹായിൽ നിന്നാണ് അവിടെ നിന്ന് മടക്കി അയക്കുന്നത്. ബിർ റൗഹ എന്ന കിണർ ഇപ്പോഴും ഹജ്ജിന് ഉംറക്കൊക്കെ പോയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. റൗഹ എന്ന കിണർ ഇന്നും ആളുകൾ അതിൽ നിന്ന് വെള്ളമെടുത്ത് ബറക്കത്തെടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 70ഓളം നബിമാർ ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതോടൊപ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിനും ഉംറക്കും എല്ലാം ഈ ബിർ റൗഹ, ഈ കിണറിന്റെ അരികിൽ കൂടെയാണ്, അതിലൂടെയാണ് പോകാറുള്ളത് എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോകുമ്പോ അവിടെ തമ്പടിക്കുകയും ആ തമ്പടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു സംസാരശേഷിയില്ലാത്ത ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയും എന്നിട്ട് അവിടെ നിന്ന് മന്ത്രിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുത്ത് സംസാരശേഷി വന്ന ചരിത്രവും കാണാം. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ ബിർ റൗഹ കിണറിന് പറയാനുണ്ട്. അങ്ങനെ ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ ഉമ്മ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്.
ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരാടർത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയും അങ്ങനെ ആടർത്ത് അതിന്റെ ഇറച്ചൊക്കെ വേവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയയായി കൊടുത്തതും ചരിത്രത്തിൽ കാണാം. ഉമ്മമാരെങ്ങനെയാണ്, അവർ വല്ലാതെ ആദരവും ബഹുമാനവും ഉണ്ടായാൽ പിന്നെ ഉസ്താദുമാർക്ക് കൊടുക്കുന്നതിന് കയ്യും കണക്കും ഉണ്ടാവൂല. നമ്മളെ ഉമ്മമാർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഉസ്താദിന് ചെലവ് കൊടുക്കുന്ന വിഷയത്തിലൊക്കെ നമ്മളെ മഹല്ലുകളിലെ ഉമ്മമാരൊക്കെ വല്ലാത്ത താല്പര്യമുള്ളവരാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാന്, ആയുസ്സേറ്റ് കൊടുക്കണം റഹ്മാന്. ഒരുപാട് ആളുകൾ അസുഖങ്ങളായി വിഷമങ്ങളുള്ളവരുണ്ട്. നടുവേദന, ഊരുവേദന, കൈകാലുകൾ വേദന പെണ്ണുങ്ങൾക്ക് വ്യാപകമാണ്. പടച്ച റബ്ബേ, തങ്ങൾ ഉസ്താദിന്റെ ബർക്കത്തുകൊണ്ട് ശിഫാ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പറഞ്ഞു വന്നത്, അങ്ങനെ ആ റൗഹാ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേക്കുന്നത്. അഞ്ചാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആള് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആണ്. എന്തേ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനിക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത്? കാന ഉമ്മുഹു മരീള. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ രോഗിയായിരുന്നു. ആ രോഗിയായതുകൊണ്ട് തന്നെ വഅമറഹു ബിൽ മഖാമി മഅ ഉമ്മി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ്, ഉമ്മന്റെ അടുത്ത് നിൽക്കണം, യുദ്ധത്തിന് വരേണ്ടതില്ല. എന്റെ ഉമ്മ രോഗിയാണ്, അതുകൊണ്ട് ഉമ്മന്റെ അടുത്ത് നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമയോട് പറയാം. എന്നാൽ അബൂ ഉമാമക്ക് വലിയ താല്പര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ബദർ യുദ്ധത്തിന് പങ്കെടുത്ത് വിജയിക്കണമെന്നും യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നും വലിയ ആഗ്രഹമാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനിക്ക്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചില്ല. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആ അവിടുത്തെ ഉമ്മയുടെ സഹോദരൻ അബൂ ബുർദ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുക്ക് വലിയ താല്പര്യമാണ്, എങ്ങനെയെങ്കിലും യുദ്ധത്തിന് നബി തങ്ങളുടെ കൂടെ വരണമെന്ന് വലിയ താല്പര്യം ഉണ്ടാവുമ്പോ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അബൂ ബുർദയോട് പറയാൻ, നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് നിൽക്ക്, നിങ്ങളെ സഹോദരിയല്ലേ. ഉമ്മന്റെ സഹോദരനാണ് അബൂ ബുർദ. അപ്പൊ എന്റെ ഉമ്മ നിങ്ങളെ സഹോദരിയല്ലേ, അപ്പൊ ഉമ്മാന്റെ അടുത്ത് സഹോദരി അടുത്ത് നിങ്ങൾ ചികിത്സിക്കാനും മറ്റു നോക്കാനൊക്കെ നിങ്ങൾ നിൽക്ക് എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയും, ആ പറഞ്ഞപ്പോൾ മഹാനായ അബൂ ബുർദ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാൻ, നിങ്ങൾ നിൽക്കണം, നിങ്ങളെ ഉമ്മാന്റെ അടുത്ത് നിങ്ങൾ നിൽക്കണം എന്ന് രണ്ടാളും തമ്മിൽ തർക്കമുണ്ടായി. ആ സമയത്ത് ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി പറയുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർപ്പ് കൽപ്പിച്ചതാണ്, ഫഅമറ അബാ ഉമാമത ബിൽ മഖാമി അലാ ഉമ്മിഹി. അബൂ ഉമാമ, അങ്ങ് നിങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് നിന്ന് ഉമ്മക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം. വലിയ പാഠമാണ് നമുക്കിതിലുള്ളത്. ബദർ യുദ്ധമാകുന്ന ഏറ്റവും വലിയ സമരം, അതിനേക്കാളും നിനക്ക് ഉത്തമമായത് അവിടെ രോഗിയായി കിടക്കുന്ന നിന്റെ ഉമ്മയാണ്. ആ ഉമ്മാനെ ചികിത്സിക്കണമെന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അങ്ങനെ അബൂ ബുർദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉമ്മന്റെ അടുത്ത് നിൽക്കുന്നു. ചെറിയ വിഷയമല്ല. ബദർ യുദ്ധത്തിനേക്കാളും മഹത്വം ഉമ്മക്ക് കാണിക്കണമെന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, അവർക്ക് വയസ്സെത്തിയാൽ, ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ വലാ തഖുൽ ലഹുമാ ഉഫിൻ. നിന്റെ മാതാപിതാക്കളിൽ നിന്ന് മാതാപിനോ പിതാവിനോ വയസ്സെത്തിയാൽ, അല്ലെങ്കിൽ രണ്ടാളുകൾക്കും വയസ്സെത്തിയാൽ, പ്രായമെത്തിയാൽ, വാർദ്ധക്യം വന്നാൽ അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഒരു മ്ലേച്ഛമായ ഒരു വാക്കുപോലും, അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറയരുതേ. വിശുദ്ധ ഖുർആനിന്റെ ഓർഡറാണ്.
എന്തേ അങ്ങനെ പ്രത്യേകം വയസ്സായ സമയത്തിനെ പരാമർശിക്കുന്നത്? നമുക്കറിയാമല്ലോ, വയസ്സാകുമ്പോഴേക്കും പഴയ കുട്ടിക്കാലത്തേക്ക് മനുഷ്യന്മാര് മടങ്ങിപ്പോവുകയാണ്. ചെറിയ കുട്ടിക്കാലം നമ്മൾക്കറിയില്ലേ എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്കാലം നമ്മൾക്കുണ്ടായത്? നമ്മളെ ഉമ്മയുടെയോ ബാപ്പയുടെയോ കൂടെ ഇരിക്കുമ്പോ ആ സമയത്ത് നമുക്ക് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപ്പാനോട് ആവർത്തിച്ച് ചോദിക്കും, ഉമ്മാനോട് ആവർത്തിച്ച് ചോദിക്കും. അവര് പിന്നെയും മറുപടി പറയും. ആ സമയത്തൊന്നും അവർക്ക് ചൂടാകാറില്ല. അവർ സ്നേഹത്തോടെ തന്നെയാണ് നമ്മോട് മറുപടി പറയാറുള്ളത്. എന്നാൽ അതേ സമയത്ത് ചെറിയ കുഞ്ഞിനിക്ക് വേണ്ടി അതാ ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരെ കണ്ടിട്ടില്ലേ? ഉമ്മമാർക്ക് അനുഭവമുണ്ടല്ലോ. ചെറിയ കുഞ്ഞ് 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ അല്ലെങ്കിൽ 3-ഓ 4-ഓ വയസ്സുള്ള കുഞ്ഞിന് മോളെ ഒന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് വായിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ കുഞ്ഞു ചിലപ്പോൾ അങ്ങോട്ട് ഓടും, ചിലപ്പോൾ ഇങ്ങോട്ട് പായും, ചിലപ്പോ പുറത്തു പോകും, ചിലപ്പോ നമ്മൾ കൊടുത്തതിന് തുപ്പിക്കളയും, ചിലപ്പോ അതിനെ കുറെ സമയം വായിൽ വെക്കും. ഇങ്ങനെ പല രൂപത്തിലുള്ള കളികൾ കാണുമ്പോഴൊന്നും ആ ഉമ്മ ഈ മോളെ അടിച്ചിട്ടില്ലല്ലോ, ആ ഉമ്മ ഈ മോനെ തല്ലിയില്ലല്ലോ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളെ ഉമ്മമാരൊക്കെ നമ്മൾ അങ്ങനെ പോറ്റിയവരാണ്. അവരതൊന്നും ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒന്നും അവർ ചെയ്തില്ല, പറഞ്ഞില്ല. എന്നാൽ വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ നമ്മള് മക്കള് വലുതായി, അതാ നമുക്ക് കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു, ഉപ്പയും ഉമ്മയും വയസ്സായപ്പോൾ അവരെ കേൾവി ശക്തിക്ക് കുറവ് വന്നു, അവർക്ക് സംസാരശേഷി വ്യക്തമാക്കി കഴിയുന്നില്ല, വേണ്ടതുപോലെ നടക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാ പ്രയാസങ്ങളും അവർക്ക് വന്നാൽ അവർ നമ്മോട് പലതും ചോദിക്കും. ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞത് അവർക്ക് കേട്ടുകൊള്ളണമെന്നില്ല, പിന്നെയും ചോദിക്കും, അതാരാ മോനെ വന്നത്? ഒരു 2 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ നമ്മൾ പറയും, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഇവിടെ ഞങ്ങൾ നോയിക്കോളാം, ഇവിടുത്തെ കാര്യം നിങ്ങൾ അവിടെ കിടന്നോളൂ എന്ന് നമ്മൾ മനസ്സ് വേദനയോടെ ചൂടായിക്കൊണ്ട് പറയാറില്ലേ? ചിലപ്പോൾ അവർ കഴിച്ച ഭക്ഷണം അവർക്ക് ഓർമ്മയില്ല, ഇവിടെ ഭക്ഷണം തുപ്പാൻ പാടില്ലെന്ന് ഓർമ്മയുണ്ടാകില്ല, അറിയാതെ അവർ തുപ്പിക്കളയും. പക്ഷെ അരുത്, വലാ തഖുല്ലൗമാ ഉഫിൻ, ആ അപ്പയോട് ആ ഉമ്മയോട് ഒരു മോശപ്പെട്ട രൂപത്തിലും പെരുമാറരുതേ. അവർ ആ രൂപത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിൽ വയസ്സന്മാരുണ്ടാവും, വാർദ്ധക്യമുള്ളവരുണ്ടാകും, വല്ലാതെ ബഹുമാനിക്കണം. എന്താ അവർ വീട്ടിലുണ്ടായുള്ള ഉപകാരം എന്താണെന്നറിയോ? നമ്മൾക്ക് ചിലപ്പോ തോന്നും ഒരു ഉപകാരവും ഇല്ല, അവരെ വീട്ടിലുണ്ടായിട്ടൊരു ഫലവും ഇല്ല. കാരണം നടക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല, ഒന്നും പിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവരെ കൊണ്ടൊരു ഗുണവുമില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ബറകതു മഅ കാബിരിക്കും, അതാ നിങ്ങളെ വീട്ടിലുള്ള വയസ്സന്മാരിലാണ് ബറക്കത്ത്. അവരെ വീട്ടിലുണ്ടാവുമ്പോൾ വലിയ ബറക്കത്താണ്, വലിയ സന്തോഷമാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്ര വ്യക്തമാണ്. നമ്മൾ നോക്കി എത്ര ആളുകളാണ് പലരും അനുഭവം പറഞ്ഞത്. വയസ്സായ ഉമ്മ, വയസ്സായ ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ മക്കളുമായി സംസാരിക്കുമ്പോ മക്കള് പറയാറുണ്ട്, ഉസ്താദേ, കഴിഞ്ഞ വർഷം റമദാനിൽ എല്ലാ കാര്യവും വലിയ സന്തോഷത്തോടെ നടന്നിട്ടുണ്ട്, ഈ പ്രാവശ്യം ഉപ്പയില്ല, ഒന്നും ഒരു റാഹത്താകുന്നില്ല. കാരണം നമ്മുടെ ബറക്കത്ത് പോയില്ലേ. പക്ഷേ ആ ബറക്കത്തുള്ള സമയത്ത് നമുക്ക് തിരിച്ചറിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ബറക്കത്ത് വയസ്സന്മാരുടെ കൂടെയാണ്. അതുകൊണ്ട് വീട്ടിൽ വയസ്സന്മാരുണ്ടായെങ്കിൽ നമ്മളെ വീട്ടിൽ വലിയ സന്തോഷമാണ്. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ചിലപ്പോൾ ബസ്
ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ഇരുന്ന് ഇങ്ങനെ സന്തോഷത്തോടെ പോകുന്നുണ്ടാകും. അപ്പോഴാണ് ഒരു വയസ്സായ ഉമ്മ കയറി വരുന്നത്, ഒരു വയസ്സായ ഉപ്പ കയറി വരുന്നത്. ആ ഉപ്പക്കും ഉമ്മക്കും അത് നമ്മളെ പരിചയമുള്ളവരാകണമെന്നില്ല, അത് നമ്മളെ കുടുംബക്കാരാകണമെന്നില്ല, എന്ന് വേണ്ട നമ്മളെ ഇസ്ലാം മതത്തിലുള്ളവരാവണമെന്നില്ല. അവിശ്വാസിയായാൽ പോലും ഒരു വയസ്സായ ഉമ്മയോ ഒരു ഉപ്പയോ ആ ബസ്സിൽ കയറിയാൽ അവർക്ക് സീറ്റ് അനുവദിച്ചു കൊടുക്കാനുള്ള നല്ല മനസ്സ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾക്കുണ്ടാവണേ. അങ്ങനെ ഏത് സമയത്ത് ചെന്നാലും അവർ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയണം. അത്രയും പവർ നമ്മളെ വയസ്സായ ആളുകൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവരെ ബഹുമാനിച്ചാൽ അവരെ ആദരിച്ചാൽ കിട്ടുന്ന ഗുണം എന്താണ് നമുക്കറിയാം. മൻ അക്രമ ദാ ശൈബത്തിൻ സഖറല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ ശൈബതിഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് മിഷ്കാത്തിൽ കാണാം. മൻ അക്രമ ദാ ശൈബത്തിൻ, ഒരുത്തൻ വയസ്സായ ഒരാളെ ബഹുമാനിച്ചാൽ, വയസ്സായ ഒരു ഉമ്മയെ ബഹുമാനിച്ചാൽ, അല്ലെങ്കിൽ വയസ്സായ ഒരു ഉപ്പയെ ആദരിച്ചാൽ, സഖറല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ ശൈബതിഹി. അങ്ങനെ അവൻ ബഹുമാനിച്ചാൽ, അവന് വയസ്സായി കഴിഞ്ഞാൽ, അവന് വാർദ്ധക്യമെത്തിയാൽ, അവനെ ബഹുമാനിക്കുന്ന ഒരാളെ അല്ലാഹു അവനിക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് മിർഖാത്തിൽ മുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫീഹി ഇശാറത്തുൻ ഇലാ തൂലി ഉംരി ശാബ്. ഈ ഹദീസിൽ നമുക്കൊരു സൂചനയുണ്ട്. എന്താണെന്നറിയോ? ഇലാ തൂലി ഉംരി ശാബ്, നമ്മൾക്ക് ആയുസ് നീളും, ഒരുപാട് കാലം ജീവിക്കും, അഥവാ നമ്മുടെ യുവത്വത്തെക്കാളും ഒരുപാട് കാലം ജീവിക്കുമെന്ന് ഈ ഹദീസിൽ നമുക്ക് വ്യക്തമാക്കാം. കാരണം അല്ലാഹു പറഞ്ഞ, റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? നിനക്ക് വയസ്സായാൽ നിന്നെ ബഹുമാനിക്കുന്ന ഒരാളെ ഉണ്ടാക്കും. അപ്പോൾ ബഹുമാനിക്കുന്ന ആൾ ഉണ്ടാകണമെങ്കിൽ വയസ്സാവണ്ടേ? അപ്പോൾ ആയുസ് കൂടാനുള്ള ഒരു ഒറ്റമൂലിയാണ് വയസ്സായ ആളുകളെ ആദരിക്കൽ, ബഹുമാനിക്കൽ. അത് നമ്മൾ ആയുസ് കൂടാനും ബറക്കത്തുണ്ടാകാനുമെല്ലാം കാരണമാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അഥവാ മിസ്റിലെ ഒരു ശൈഖിന്റെ അടുത്തേക്ക് ഖുറാസാനിൽ നിന്ന് കുറച്ചാളുകൾ പോവുകയാണ്. ആ ശൈഖിന്റെ അടുത്ത് കുറച്ചു കാലം നിന്നിട്ട് അവിടുത്തെ ഇജാസത്തൊക്കെ വാങ്ങി അവിടെ കൂടെ ജീവിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മിസ്റിലെത്തി. ആളുകളൊക്കെ അവരെ വാഹനമായിട്ടാണ് പോയത്, കുതിരയും മറ്റു വാഹനങ്ങളൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ആ ശൈഖിന്റെ അടുത്ത് ഇവർ കയറുകയാണ്. അങ്ങനെ സമ്മതം ചോദിക്കുന്നു. ആ ശൈഖ് അകത്തേക്ക് കയറ്റുന്നു. ആ അകത്തേക്ക് കയറ്റിയപ്പോ ആ ശൈഖ് അവിടെ ഉണ്ടായിരുന്ന ഒരു മുരീദിനെ വിളിക്കുകയാണ്. ഒരു മോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഇങ്ങോട്ട് വാ, ഇവര് വന്ന വാഹനങ്ങളുണ്ടല്ലോ അതിന് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് വരണോ. അഥവാ ഈ ആളുകളൊക്കെ വന്ന, അവിടെയൊക്കെ മുതിർന്ന ആളുകളാണ്. ആ വന്ന ആളുകളൊക്കെ നല്ല മുതിർന്ന വയസ്സായ ആളുകളാണ്. ആ വന്നപ്പോ ഈ മോനോട് പറയണം, മോനെ ഇവർ വന്ന ആ കുതിരകളും ഒട്ടകങ്ങളൊക്കെ എന്തേ അവിടെ അപ്പുറത്ത് പാർക്കിങ്ങിന് സംവിധാനമുണ്ട്, അവിടെ പോയി കെട്ടി പാർക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ മോനെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ആ മോന് ഷെയ്ഖ് പറഞ്ഞത് കേട്ട് അവരുടെ വാഹനങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ സൈഡിൽ പോയി പാർക്ക് ചെയ്തു. അങ്ങനെ പാർക്ക് ചെയ്ത് കുറച്ചു കൊല്ലം അവിടെ നിന്ന് താമസിച്ചു. ഇവര് കുറച്ചു കാലം അവിടെ തന്നെ താമസിച്ച് അങ്ങനെ അവിടെ നിന്ന് വേണ്ട ഇജാസത്തൊക്കെ കിട്ടി, ഷെയ്ഖിന്റെ പൊരുത്തമൊക്കെ വാങ്ങി ഈ വന്ന വയസ്സായ ആളുകളൊക്കെ മടങ്ങിപ്പോയി, ഖുറാസാനയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അങ്ങനെ മടങ്ങിപ്പോയപ്പോ ഈ വയസ്സായ ആളുകൾക്ക് അവരുടെ വാഹനമൊക്കെ അങ്ങോട്ട് വെച്ച ആ ഖാദിം ഖിദ്മത്തെടുത്ത ആ മോനുണ്ട്, ആ മോനെ വിളിച്ചു ഷെയ്ഖ് ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, യാ വലദി സയഅതീകൽ അഖാബി. എന്നിട്ട് മോനോട് പറയാൻ, ഞാൻ മോനെ നിനക്കും വാർദ്ധക്യം വരും, ആ സമയത്ത് നിനക്ക് വാർദ്ധക്യം വന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്കും ഇതുപോലെ ഖാദിമീങ്ങളെ തരും. ഇതിന് പകരം നിനക്കും ഖിദ്മത്ത് എടുക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സമൂഹത്തെ നിനക്കും ഉണ്ടാക്കി തരുമെന്ന്
ഈ ഷെയ്ഖ് ആ മോനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടുന്നു. ചരിത്രത്തിൽ കാണാം, അവസാനം കുറെ കൊല്ലം കഴിഞ്ഞ് ഈ മോനിക്ക് വയസ്സായപ്പോൾ, ആ വയസ്സായ സമയത്ത് ആളുകളൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ റൂമിന്റെ വാതിൽക്കലിൽ ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് സഹായിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഖിദ്മത്തെടുക്കാനും ഒരുപാട് ആളുകൾ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. മഹാന്മാർ ചരിത്രത്തിൽ പറയുന്നു. അതുകൊണ്ട് വയസ്സായ ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ചു ബഹുമാനിക്കണം, ആദരിക്കണം, അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പോകാതിരിക്കാൻ കാരണം അവിടുത്തെ പൊന്നും രോഗിയായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമാമ നീ ഉമ്മന്റെ അടുത്ത് നിൽക്കണം, നീ യുദ്ധത്തിന് വരേണ്ടതില്ല. അതുകൊണ്ടാണ് യുദ്ധത്തിന് വരാത്തത്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ ലിസ്റ്റിൽ പെടുത്തി ആനുകൂല്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. ആറാമതായി, ബദറിലേക്ക് പങ്കെടുക്കാതെ ബദറിന്റെ ലിസ്റ്റിൽപ്പെട്ട ആളാരാണ്? ആസിം ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ആസിം ഇബ്നു അദി റളിയല്ലാഹു അൻഹു നമ്മുടെ ബദരീങ്ങളെ ലിസ്റ്റിലുണ്ട്, പക്ഷേ ബദർ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്തേ കാരണം? മഹാനുകൾ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം, ഖല്ലഫഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖുബാ വ അഹ്ലിൽ ആലിയത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഖുബാഇന്റെ ഉത്തരവാദിത്തവും ആ മദീനയുടെ മേൽഭാഗത്തുള്ള മേൽനോട്ടവും എല്ലാം ആസിം ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാനും മറ്റും, അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊന്ന് ക്ലിയർ ആക്കാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസിം ഇബ്നു അദി റളിയല്ലാഹു അൻഹു അയച്ചുകൊണ്ട് ആസിം ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന് യുദ്ധത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബദരീങ്ങളിൽ പെടുത്തി ആനുകൂല്യങ്ങളൊക്കെ നൽകി. ഏഴാമത്തെ സ്വഹാബിയാണ് ഹാരിസ് ഇബ്നു സ്വം. ഹാരിസ് ഇബ്നു സ്വം റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, പക്ഷേ ബദർ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്തേ കാരണം? അവിടെ അവിടുന്ന് ഹാരിസ് ഇബ്നു സ്വം റളിയല്ലാഹു അൻഹു റൗഹായിലെത്തിയപ്പോൾ മഹാനവറുകൾ കാലിന് ചില പരിക്ക് പറ്റി. അതുകൊണ്ട് തന്നെ ആ സ്വഹാബി അവിടെ വീണപ്പം മുറിവ് പറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എന്നെ അയച്ചു. എന്റെ കാല് മുറിഞ്ഞല്ലോ, ഇനി നിനക്ക് യുദ്ധത്തിന് വരാൻ പറ്റൂല, നീ പോയി മദീനയിൽ ഇരുന്നോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് അയക്കുകയാണ്. എട്ടാമത്തെ സ്വഹാബിയാണ് ഖവ്വാത്ത് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. ഖവ്വാത്ത് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഖറജ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബദറിലേക്ക് പോയിട്ടുണ്ട്, പുറപ്പെട്ടിട്ടുണ്ട്. ഫലമ്മാ ബലഗ സഫ്ര എന്ന തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മഹാനവറുകൾക്ക് ചെറിയൊരു പരിക്ക് പറ്റി. അങ്ങനെ പരിക്ക് പറ്റിയ കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെയും പറഞ്ഞയച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനും വരാൻ പറ്റിയില്ല. ഒൻപതാമത്തെ സ്വഹാബിയാണ് ഹുദൈഫത്തുൽ യമാനി. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളും അവിടുന്ന് യുദ്ധത്തിന് വരാൻ പറ്റിയിട്ടില്ല. മദീനയിൽ തന്നെ അദ്ദേഹം നിന്നു. കാരണം മദീനയിൽ നിൽക്കാൻ അവിടെ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുറൈശികളുമായി ഒരു കരാറുണ്ടായിരുന്നു. ഇല്ലദീ ബൈനഹു വബൈന ഖുറൈശിൻ ബിഅദമിൽ ഖിതാലി മഅ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ പൂർത്തീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് ബദറിലേക്ക് കൊണ്ടുപോയിട്ടില്ല, ഇവിടെ മദീനയിൽ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പത്താമത്തെ സ്വഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളും യുദ്ധത്തിലേക്ക് എത്തിയില്ല. കാരണം മഹാനവറുടെ ബാപ്പ തടഞ്ഞതാണ്. ബാപ്പ പറഞ്ഞു പോകണ്ട എന്ന്. അതുകൊണ്ട് ബദറിലേക്ക് മഹാനവറുകൾക്ക് വരാൻ പറ്റിയില്ല. ഇങ്ങനെ 10ഓളം സ്വഹാബികൾ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബദരീങ്ങളെ ലിസ്റ്റിൽ പെട്ട ആളുകളാണ്. ഈ 10ഓളം ആളുകളെ ഇപ്പോൾ ഇവിടെ എണ്ണിയത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകി തരുമാറാവട്ടെ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് യുദ്ധത്തിലേക്ക് വരാൻ പറ്റിയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖൈമയിൽ തങ്ങൾക്കൊപ്പം ഖിദ്മത്തെടുത്തിരുന്നു. പക്ഷേ ചെറിയ കുട്ടിയായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തിരിച്ചയച്ചതാണ്. ചെറിയ കുഞ്ഞാണ്, യുദ്ധത്തിന് വരാൻ പറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കുട്ടിയായതുകൊണ്ട് തിരിച്ചയച്ചു. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ കുട്ടിയായതുകൊണ്ട് തന്നെ ബദരീങ്ങളുടെ ലിസ്റ്റിൽ എണ്ണിയില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിന്ന് ബദരീങ്ങളിൽ എണ്ണിയിട്ടില്ല. ഇങ്ങനെ ബദർ സമരത്തിൽ ഒരുപാട് സഹാബികൾക്ക് പോകാൻ പറ്റാതെ, അവർക്ക് പോകാൻ ആഗ്രഹമുണ്ടായിട്ടും പോകാൻ പറ്റാതെ അവർ അവിടെ തന്നെ നിൽക്കേണ്ടി വന്ന പല കാരണങ്ങളും അവർക്കുണ്ട്. ഇങ്ങനെ ബദറിലേക്ക് ഒരുപാട് സഹാബികൾ ആഗ്രഹിച്ചു എന്ന പോലെ ബദർ യുദ്ധത്തിലേക്ക് പല ചെറിയ കുട്ടികളും യുദ്ധത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിച്ചത് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് യുദ്ധത്തിന് വേണ്ടി നീങ്ങുകയാണ്. ആ നീങ്ങുകയും അങ്ങനെ മസ്ജിദ് സുഖൈ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളിയുടെ അടുത്ത് നിന്ന് എന്നിട്ട് സൈന്യത്തെ എല്ലാം ചെക്ക് ചെയ്തു. സൈന്യത്തെ ഒന്ന് നോക്കി, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തു. ചെയ്തു നോക്കുമ്പോൾ 8ഓളം കുട്ടികൾ, 15 വയസ്സ് പോലും തികയാത്ത 13ഉം 12ഉം വയസ്സുള്ള ചെറിയ കുട്ടികൾ ആ സൈന്യത്തിലുണ്ട്. ആ സൈന്യത്തിലുള്ള കൂട്ടത്തിൽപ്പെട്ട 8 ആളുകളാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ബറാഅ ബിൻ ഹാസിബ് റളിയല്ലാഹു അൻഹു, റാഫിഅ ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു, ഉസൈദ് ബിൻ ളുഹൈർ റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹും. ഇങ്ങനെ വരുന്ന 8ഓളം കുട്ടികൾ ബദറിലേക്ക് വരാൻ വേണ്ടി അവിടുന്ന് മസ്ജിദ് സുഖയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ 8ഓളം കുട്ടികൾ ബദറിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ, കുട്ടികളെ കൂട്ടത്തിൽ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് 16 വയസ്സാണ്. ആ കുട്ടിക്ക് മാത്രം. പക്ഷേ ചെറിയ കുട്ടിയാണ്, 16 വയസ്സാണ്. യുദ്ധം ചെയ്യാനൊന്നും ഉള്ള ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. ആ 16 വയസ്സുകാരനായിരുന്ന ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ബദറിൽ ഷഹീദായ മുഹാജിറിൽപ്പെട്ട പ്രായം കുറഞ്ഞ ആളാണ്. ബദറിൽ ഷഹീദായ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ ബദറിലേക്ക് സമ്മതം കിട്ടാൻ പ്രയാസമായിരുന്നു. അവിടുത്തെ ജ്യേഷ്ഠൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കുഞ്ഞനുജൻ ഉമൈർ റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് യുദ്ധത്തിന് വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു. അങ്ങനെ കുറെ ആഗ്രഹിച്ചപ്പോൾ മറ്റു കുട്ടികളെ പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിലേക്ക് സമ്മതിച്ചില്ല. പക്ഷേ എന്റെ അനുജൻ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തേ അവനക്ക് സമ്മതം കിട്ടാനുള്ള കാരണം? സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ റഅയ്തു അഖീ ഖബ്ല അൻ യുരിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ബദരി യതവാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഞാൻ എന്റെ കുഞ്ഞനുജനെ കാണുകയാണ്. എന്താണ് കുഞ്ഞനുജൻ ചെയ്യുന്നത്? അതാ തങ്ങളുടെ സൈന്യത്തെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്റെ അനുജൻ ഇങ്ങനെ ഒളിച്ചു കളിക്കുകയാണ്. എന്റെ അനുജൻ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്തേ? ചെറിയ കുഞ്ഞല്ലേ. അപ്പോൾ ജ്യേഷ്ഠനാകുന്ന സഅദ് റളിയല്ലാഹു അൻഹു കുഞ്ഞനുജനോട് ചോദിച്ചു, മാലക യാ അഖീ, എന്താ എന്റെ കുഞ്ഞനുജ നിനക്ക് പറ്റിയത്? എന്താ നീ ചെയ്യുന്നത്? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഒളിഞ്ഞൊളിഞ്ഞിങ്ങനെ കളിക്കുന്ന എന്തിനാണ്? ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന എന്തിനാണ്? ഇതെല്ലാം ഞാൻ വീക്ഷിക്കുന്നുണ്ട്. എന്തേന്ന് ചോദിച്ചപ്പോൾ അവിടെ നദാ ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖാഫ അൻ യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണലിനെ ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ട്. എന്തേ പേടിക്കാൻ കാരണം? ഫയസ്തസ്ഗിറുനി ഫയറുദ്ദുനി, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടാൽ ഞാനൊരു ചെറിയ 16 വയസ്സുള്ള കുഞ്ഞിമോൻ
കുഞ്ഞുമോനല്ലേ, എന്നെ പറഞ്ഞേക്കും, അതുകൊണ്ട് ഞാൻ നബി തങ്ങൾക്ക് കാണാതെ ഒളിച്ചു കളിക്കുകയാണ്. വഅന ഉഹിബ്ബുൽ ഖുറൂജ, ഞാനാണെങ്കിലോ ബദറിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നു. ലഅല്ലല്ലാഹു അൻ യർസുഖനി ശഹാദ ഫസ്തസ്ഗറഹു വറദ്ദഹു, യദാ ഞാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ ഷഹീദായ കൂട്ടത്തിൽ പെടുത്തിയേക്കാം, അതുകൊണ്ട് ഞാൻ ബദറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നു. എന്നിട്ട് ചെറിയ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നു. ആ സമയത്ത് ഫബക്കാ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വല്ലാത്ത കരച്ചിലാണ്. ആ കുഞ്ഞുമോന്റെ കരച്ചില് കണ്ടപ്പോ ഫഅജാസഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈർ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു. എന്നാൽ നിങ്ങൾ യുദ്ധത്തിന് വന്നോളൂ എന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു കുഞ്ഞുമോനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുക്കുകയാണ്. ആ കുഞ്ഞുമോന്റെ ഈമാൻ എത്രയാണ്, ആ കുഞ്ഞുമോന്റെ എത്ര ധൈര്യം എത്രയാണ്, ഈമാനിന്റെ ശക്തി എത്രയാണ്. ഈ ഒരു ഈമാനികമായ ആവേശം നമ്മളെ മക്കളിലുണ്ടാകണം. ഉമ്മമാരെ, നമ്മൾക്കും അത് ഉണ്ടാകണം. നമ്മൾക്കും ജിഹാദുണ്ട്. ഏത് ജിഹാദാണ്? നമ്മളാ ഏറ്റവും വലിയ ജിഹാദ് മനസ്സുകൊണ്ടുള്ള ജിഹാദാണ്. മനസ്സിനോടാണ് ജിഹാദ് ചെയ്യേണ്ടത്. ജമാഅത്ത് കൃത്യമായി നമ്മൾ നിസ്കരിക്കണം. നമ്മളുടെ ഓരോ നോമ്പും കൃത്യമാവണം. സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ കൃത്യമായി നിസ്കരിക്കണം. റവാത്തിബ് നിസ്കാരം പല ഉമ്മമാരും നിസ്കരിക്കാറില്ല, എങ്കിലും അധികം ഉമ്മമാരും നിസ്കരിക്കാറുണ്ട്. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മമാർ വളരെ ശ്രദ്ധിക്കണം. റവാത്തിബ് നിസ്കാരത്തെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോ ഉമ്മമാർക്ക് ആ റവാത്തിബ് പലർക്കും എന്ത് തന്നെ അറിയില്ല. അങ്ങനൊരു ദുരന്തം. റവാത്തിബ് നിസ്കാരം നമ്മൾ നിർബന്ധമായും അത് ജീവിതത്തിൽ പകർത്തണം. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും മുമ്പും കൃത്യമായി കണക്കുകൾ അനുസരിച്ച് നിസ്കരിക്കണം. റവാത്തിബ് നിസ്കാരം പതിവാക്കണം. ഇങ്ങനെയാണ് നമുക്ക് യുദ്ധം ചെയ്യാനുള്ള, ജിഹാദ് ചെയ്യാനുള്ള മാർഗം. ബദരീങ്ങള് അവർ ബദറിൽ യുദ്ധം ചെയ്ത് രക്ഷപ്പെട്ടല്ലോ, ഞങ്ങൾക്ക് അതിന് അവസരം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ജിഹാദ് നമ്മൾക്ക് ഇതുപോലെ ഈമാൻ ഉണ്ടാക്കി സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദ്, അതാണ് നമ്മളുടെ യുദ്ധം. നമ്മളെ മക്കളെയും ആ രൂപത്തിലേക്ക് പാകപ്പെടുത്തണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ വഴിതെറ്റുന്ന ഈ സമയത്ത്, നമ്മളെ മക്കളെ നമ്മൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ സമയത്ത് നല്ല ശ്രദ്ധ വേണം, നല്ല ജാഗ്രത വേണം. ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ കുഞ്ഞു മക്കൾ നമുക്കുണ്ടാക്കാൻ കഴിയണം. അതിന് എന്ത് വേണം? ആ മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കണം. അതിനുള്ള മാർഗങ്ങൾ വരച്ചു കൊടുക്കണം. SSFയിലൂടെ പ്രവർത്തിപ്പിക്കണം. അവർക്ക് എല്ലാ സംഗതികളും ആവശ്യമനുസരിച്ച് കൊടുക്കണം. നമ്മളെ മക്കൾ തിന്മയിലേക്ക് പോകുന്നതിന് പകരം അവർ SSFന്റെ ഫണ്ട് ശേഖരണത്തിന് പോയിക്കോട്ടെ, അവർ ബക്കറ്റ് പിരിവിന് നടന്നോട്ടെ, റിസാല വരി ചേർക്കാൻ അവർ പോയിക്കോട്ടെ, എല്ലാ സുംബ്രകളിലും എന്റെ മോൻ പങ്കെടുത്തോട്ടെ, എന്റെ മകൻ ഒരു സുംബ്രയും ഒഴിവാക്കരുത് എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ യൂണിറ്റിൽ നിന്നും സെക്ടറിൽ നിന്നും നമ്മുടെ മേലെയുള്ള ഉസ്താദുമാര് വിളിച്ചോ അല്ലെങ്കിൽ മറ്റു ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞേക്കുന്നൊരവസ്ഥക്ക് പകരം സുംബ്രക്ക് നമ്മൾ തന്നെ പറഞ്ഞേക്കണം. അവിടെ സൂറത്തു തബാറക ഓതുന്ന മക്കളാണ്, അവിടെ യാക്രമബൈത്ത് ചെല്ലുന്ന മക്കളാണ്. അതുകൊണ്ട് ആ മക്കളെ കൂടെ നിന്നിട്ട് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതുപോലെ ഉമ്മമാരെ, നമ്മളും അതുപോലെ തന്നെ ജീവിക്കണം. തെറ്റുകളിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമ്മുടെ വിശുദ്ധ റമളാൻ പ്രത്യേകിച്ചും നമ്മുടെ വീടുകളിലെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊബൈൽ ഫോണിലാണ്. ആ മൊബൈൽ ഫോണിൽ യൂട്യൂബ് തുറന്ന് ഷോർട്സും മറ്റും കണ്ടുകൊണ്ട് സമയം എത്രയാ കളയുന്നത്. നമ്മൾ ചെയ്യേണ്ട ജിഹാദ് ഈ റമളാനിൽ യൂട്യൂബ് അങ്ങ് മാറ്റിവെക്കലാണ്, ഷോർട്സുകളിൽ നിന്ന് വിരമിക്കലാണ്. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ യുദ്ധം.
ആ യുദ്ധം ചെയ്താൽ നമുക്ക് വിജയമുണ്ട്. നല്ല ഈമാനികമായ ആവേശം നമ്മൾ നേടിയെടുക്കണം. അതാ നമുക്കറിയില്ലേ, പലരും പല ഉമ്മമാർ എത്രയാണ് അവർ കഷ്ടപ്പെട്ടത്, അവർ എത്രയാണ് ജീവിതത്തിൽ അധ്വാനിച്ചത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, ഉമ്മ വറഖത്ത് എന്ന് പറയുന്ന വനിത, അതാ അവിടുന്ന് വലിയ യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിച്ച വനിതയാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് സമ്മതം ചോദിച്ചിട്ടുണ്ട്. സമ്മതം ചോദിച്ചു, യുദ്ധത്തിന് വരട്ടെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഉമ്മ പറഞ്ഞത്, എനിക്കും എന്ത് വേണം, എനിക്കും ഷഹീദാകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സമ്മതം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല. ലഅല്ലല്ലാഹു അൻ യർസുഖനി ഷഹാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിറി ഫീ ബൈതികി ഫഇന്നല്ലാഹ തആല യർസുഖുകി ഷഹാദ. ഉമ്മ വറഖത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വേണ്ട വേണ്ട, നിങ്ങളെ അല്ലാഹു ഷഹീദാക്കിയേക്കാം, നിങ്ങൾ ഷഹീദത്തിന്റെ ലിസ്റ്റിൽ പെടും, പക്ഷേ നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല. ആ ഉമ്മക്ക് വലിയ ആഗ്രഹമാണ്, യുദ്ധം ചെയ്യാനല്ല, മറിച്ച് അവിടുന്ന് യുദ്ധത്തിന് പരിക്ക് പറ്റുന്ന ആളുകൾക്ക് ചികിത്സ നടത്താൻ ആ ഉമ്മക്ക് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മ വരാൻ ആഗ്രഹിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വീട്ടിൽ അടങ്ങിയിരുന്ന് ജീവിച്ചോ. ചരിത്രത്തിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ വീട്ടിൽ ഒരു അടിമയും ഒരു അടിമ സ്ത്രീയും ഒരു അടിമയും ഉണ്ടായിരുന്നു. ആ ഉമ്മക്ക് വേണ്ടി പണിയെടുക്കാൻ, ഖിദ്മത്ത് ചെയ്യാൻ. അങ്ങനെ ആ ഉമ്മ ഈ രണ്ട് അടിമയോട് പറഞ്ഞിരുന്നു, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് മോചനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓഫർ വെച്ച കാരണത്താൽ ഇനി നിങ്ങളെ മരിക്കുന്നത് വരെ കാത്തു നിൽക്കണ്ടേ എന്ന് പറഞ്ഞ് ആ രണ്ടടിമകൾ ചേർന്നിട്ട് ഉമ്മാനെ കൊന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വിവരം എനിക്ക് എത്തിയ ഉടനെ ഞാൻ ആ രണ്ടടിമകളെയും വിളിച്ചിട്ട് ഫസുലിബാ, രണ്ടാളെയും തൂക്കിലേറ്റി കൊന്നുകളഞ്ഞു. ഫകാന അവ്വലു മസ്ലൂബിൻ ബിൽ മദീന, ഇതാണ് മദീനയിൽ ആദ്യത്തെ തൂക്ക് കയറ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പുലർന്നതാണ് ഇവിടെ. നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഷഹീദത്താവും, അതിന് നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല. യുദ്ധത്തിന് വരാതെ തന്നെ നിങ്ങൾക്ക് ഷഹീദത്താവാനുള്ള അവസരം അള്ളാഹു ഒരുക്കി തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. ആ വാക്ക് പുലർന്നു. ഓ ഉമ്മമാരെ, നമ്മളും അതുപോലെയുള്ള ഈമാന് നമുക്കും ഉണ്ടാകണം. ആ ഈമാനികാവേശം നമ്മളുണ്ടാവണം. നമ്മളെ മക്കളെ ആ ഒരു ഈമാനിക ആശയത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിടുമ്പോഴാണ് നമ്മൾക്ക് ശരിയായ രൂപത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഹൻസ എന്ന ഉമ്മ ശുഹദ എന്നറിയപ്പെടുന്ന ഹൻസ എന്ന സ്ത്രീ, ആ സ്ത്രീ 4 മക്കളാണ്. 4 ആൺമക്കൾ ആ ഉമ്മക്കുണ്ട്. ആ ഉമ്മ 4 മക്കളെ എന്താണ് ചെയ്യുന്നത്? ഈ ഉമ്മ ഇസ്ലാമിലേക്ക് പുതുതായി വന്നതാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന് ഒരു യുദ്ധം വന്നപ്പോൾ ഹൻസ എന്ന ഉമ്മ 4 മക്കളെയും യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ഒരു പേടിയുണ്ടാകും, യുദ്ധത്തിൽ പോയി മരണപ്പെട്ടാലോ. ആ ഉമ്മ പറയാൻ, വഅലമു അന്നദ്ദാറൽ ബാഖിയത ഖൈറും മിനദ്ദാരിൽ ഫാനിയ. ആ ഉമ്മയുടെ വാചകം എത്ര മനോഹരമാണ്. 4 ആൺമക്കളുണ്ട്. 4 ആൺമക്കളെയും യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ആ ഉമ്മ പറയുന്നത് അതാണ്, വഅലമു അന്നദ്ദാറൽ ബാഖിയത ഖൈറും മിനദ്ദാരിൽ ഫാനിയ. ഈ നശിക്കുന്ന ഈ ദുനിയാവിനെക്കാളും എത്രയോ ഖൈറ് അത് അവശേഷിക്കുന്ന ബാക്കിയാവുന്ന പരലോകമാണ്. അതുകൊണ്ട് എന്റെ 4 മക്കളും യുദ്ധത്തിന് പോകട്ടെ. എന്നിട്ട് ആ ഉമ്മ അവിടെ നിന്ന് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസാബിറൂ വറാബിതു
വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നല്ല ക്ഷമയോടെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രയാസങ്ങളെ മുഴുവനും തരണം ചെയ്തുകൊണ്ട് നല്ല ഇഖ്ലാസോടെ നല്ല ക്ഷമയോടുകൂടെ നിങ്ങൾ പ്രവർത്തിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് ആ ഉമ്മ ആയത്ത് മോദിയിട്ട് 4 മക്കളെയും യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിനി കൊള്ളുന്നു. അവിടെ യുദ്ധം നടക്കുന്നു. ആ ഉമ്മ വാർത്തക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്താണ് ആ യുദ്ധത്തിൽ നടക്കുന്നത്? ആ യുദ്ധത്തിൽ എന്താണ് തീരുമാനം? വിജയിച്ചതാരാണ്? ആരൊക്കെ ബാക്കിയായി എന്നൊക്കെ അറിയാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ലഖദ് ജാഅഹൻ നബഉ ബിൽ ഇസ്തിഷ്ഹാദ്. അതാ 4 മക്കളും ആ യുദ്ധത്തിൽ ഷഹീദായി പോയി എന്ന ഒരു വാർത്തയാണ് ആ ഉമ്മക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫഖാലത്ത്, ആ ഉമ്മ പറഞ്ഞതെന്താണ്? ആ പറഞ്ഞ വാക്കാണ് നമ്മളെ മനസ്സിൽ വെക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാ. സന്തോഷം കൊണ്ട് പറഞ്ഞതല്ല, അല്ലാതെ മക്കളോട് സ്നേഹമില്ലാത്ത ഉമ്മയായതുകൊണ്ട് പറഞ്ഞതല്ല. എന്നിട്ട് പറയുന്നു, അല്ലദീ ശറഫനീ ബിഖത്ലിഹിം, അവരുടെ ആ യുദ്ധത്തിൽ മരണപ്പെട്ട ഷഹീദായ കാരണത്താൽ എനിക്ക് മഹത്വം നൽകിയ അല്ലാഹ്ക്കാണ് സർവസ്തുതിയും. എന്നിട്ട് ആ ഉമ്മ പറയുന്നു, വ അർജൂ മിർ റബ്ബീ, ഞാൻ എന്റെ റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അയ്യജ്മഅനീ ബിഹിം ഫീ മുസ്തഖറി റഹ്മതിഹി, അവന്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന ആ സ്വർഗത്തിൽ ഞങ്ങളെ ആ മക്കളോട് കൂടെ എന്നെ ഒരുമിച്ചു കൂട്ടലിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദുനിയാവ് നൈമിഷികമാണ്, അത് നശിക്കാനുള്ളതാണ്, അത് എണ്ണാൻ മാത്രമില്ല. 50 60 കൊല്ലം നമ്മൾ ജീവിക്കും, പക്ഷേ അത് എണ്ണാൻ മാത്രമില്ല. നാളത്തെ ആ ബാക്കിയാകുന്ന അവശേഷിക്കുന്ന നശിക്കാത്ത ലോകം, ആ ലോകത്തുള്ള ജീവിതമാണ് ഏറ്റവും ഉത്തമമായ ലോകം. ആ ലോകത്തുള്ള വിജയം കിട്ടാനാണ് ആ ഉമ്മു ശുഹദാ എന്ന മഹദി ചിന്തിച്ചത്. 4 മക്കളെയും യുദ്ധത്തിന് പറഞ്ഞയച്ചു. അതാ ആൺമക്കൾ എന്ന പേരിൽ അവരെ പിടിച്ച് വീട്ടിൽ തന്നെ നിർത്തിയില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, പറയട്ടെ, നമ്മളെ വീട്ടിൽ എത്ര ആൺമക്കളുണ്ട്, നമ്മൾക്ക് എത്ര പെൺമക്കളുണ്ട്, അതിൽ എത്ര ആലിമീങ്ങളുണ്ട്, എത്ര ഹാഫിളീങ്ങളുണ്ട്? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളെ ഒരു മോനെ അതാ മുഹിമ്മാത്ത് എന്ന ക്യാമ്പസ് തുറന്നു നിൽക്കുകയാണ്. പാവങ്ങളായ സാധുക്കളായ ഇൽമ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും തുറന്ന് കവാടം നിൽക്കുകയാണ്. ഇവിടെ വരൂ, സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. അതാ അവിടുന്ന് ഗേറ്റിൽ കയറുന്നിടത്ത് തന്നെ നമ്മുടെയൊക്കെ ആത്മീയ ഗുരു, നമ്മുടെ എല്ലാം തണൽ ശൈഖുനാ സയ്യിദ് താഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ കാത്തു നിൽക്കുകയാണ്. അവിടുത്തെ പൊരുത്തത്തോടെ കൂടെ ആ കോമ്പൗണ്ടിൽ ക്യാമ്പസിൽ അങ്ങ് കയറി ഇൽമു നുകരാൻ എന്റെ മകനും വരേണ്ടതില്ലേ? ഒരാൺമക്കളെ ഇൽമിന് വേണ്ടി പറഞ്ഞേക്കണമെന്ന് പറയുമ്പോ നമ്മളെ മനസ്സിന് വലിയ വിഷമം. അവനിക്ക് ഡ്രസ്സ് അലക്കാൻ കഴിയോ? അവനിക്ക് ഒറ്റക്ക് താമസിക്കാൻ കഴിയോ? അവന്റെ തടി മെലിഞ്ഞു പോവോ? അവനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ കിട്ടോ? എന്നെല്ലാം വലിയ പ്രയാസത്തിൽ നമ്മൾ അവനെ ഇൽമു പഠിക്കുന്ന തൊട്ട് നമ്മൾ മാറ്റി നിർത്തുകയാണ്. ഞാൻ എടുത്തൊരു സംഭവം പറയുന്നത് കേട്ടു, വല്ലാത്ത വിഷമമായി. ഒരു മോന് ചെറുപ്പക്കാരനാണ്, ഇപ്പോൾ വലുതായിട്ടുണ്ട്. അവൻ വിഷമം പറയുകയാണ്, മറ്റാള് പറയുന്നതല്ല. ആ സ്വന്തം ചെറുപ്പക്കാരൻ പറയാണ്, എനിക്ക് ദർസ് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് ദർസിൽ ചേരാൻ, സ്ഥാപനത്തിൽ ചേർന്നിട്ടൊരു ആലിമാവാൻ, ഉസ്താദാവാൻ എന്റെ മനസ്സിൽ വലിയ സ്വപ്നമായിരുന്നു. പക്ഷേ എന്റെ ഉമ്മ അനുവദിച്ചില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെ എത്തി നമ്മുടെ സമൂഹം? സുബ്ഹാന
സുബ്ഹാനല്ലാഹ്, പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത് അങ്ങനെയല്ലല്ലോ. ഒരുപാട് തവണ അവനെ ചേർത്തോടി വന്നതാണ് ഉസ്താദ് എന്ന് പറയുന്ന ഉമ്മമാരെയാണ് തിരിച്ചു കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ഒരു ദുർഗതി നമ്മളെ ഒരു ഉമ്മമാർക്കും വന്നു പോകല്ലേ. നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്കൊരു ഫാത്തിഹ, നമുക്കൊരു യാസീൻ, കൂട്ടുകാരുടെ എല്ലാം ഖതുമുകൾ, ഇതെല്ലാം പോയില്ലേ. മരണപ്പെട്ടാലല്ലേ ആ ഉമ്മക്കീന്റെ അവസ്ഥ വേദന അറിയുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പെട്ടുപോകല്ല. നമ്മൾക്കൊരു 2 ആൺമക്കളുണ്ടെങ്കിൽ ഒന്നിനെ നിർബന്ധപൂർവ്വം ആലിമാക്കണം. അവർ ആലിമീങ്ങളായില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ വിജയിക്കാൻ കഴിയോ? എന്നാൽ ഈ സ്നേഹിച്ചു പോറ്റി വളർത്തിയ മക്കളുടെ അവസ്ഥ എന്താണ്? എത്ര കഥകളാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്. ധാരാളം നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ അനുഭവം കേൾക്കുന്നവരല്ലേ. എത്ര മക്കളാണ് ഉമ്മക്കെതിരെ ഉപ്പക്കെതിരെ ശബ്ദിക്കുന്നതല്ല, അവിടുന്ന് കൈകൊണ്ടും ആയുധങ്ങൾ കൊണ്ടും അവിടുന്ന് പ്രയോഗിക്കുകയാണ്. ഉമ്മയാണെന്നോ ഉപ്പയാണെന്നോ ഒരു ബോധവുമില്ല. എന്തേ കാരണം? ഒരു പ്രശ്നവുമില്ല. ഒരേ ഒരു പ്രശ്നം, ധാർമ്മികപരമായ ഇൽമ്, അറിവ് അവർക്കില്ല. ഉമ്മയെ എങ്ങനെ ബഹുമാനിക്കണം, ഉമ്മയെ എങ്ങനെ പിൻപറ്റണം എന്നൊന്നും അവന്റെ മനസ്സിലില്ല. അതുകൊണ്ടാണ് ഈ ഒരു ദുരന്തം അവനിക്ക് വന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മളെ മക്കള് ഇൽമു പഠിക്കണം, അവർ അറിവ് നുകരണം. ഈ മഹല്ലത്തുകാർക്ക് എന്തൊരു ഭാഗ്യമാണ്. നമ്മളെ തൊട്ടടുത്ത് തന്നെയല്ലേ സ്ഥാപനമുള്ളത്. ഇവിടേക്ക് പറഞ്ഞയച്ചാൽ എത്രമാത്രം നമുക്ക് ആലിമീങ്ങളാൻ കഴിയും. സാധുവായ ഞാൻ ഇവിടെ പഠിച്ചു വളർന്ന മുതഅല്ലിമാണ്. അതുകൊണ്ട് തന്നെ വലിയ കടപ്പാട് ഈ മുഹിമ്മാത്ത് എന്ന സ്ഥാപനത്തിനോടുണ്ട്. ഈ സ്ഥാപനത്തിൽ പഠിച്ചാലൊന്നും പേടിക്കേണ്ടതില്ല. അനുഭവങ്ങളാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ, ആ പഠന സമയത്ത് നമ്മൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നമുക്ക് വല്ല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമ്പോൾ, അതാ തൊട്ടടുത്ത് എല്ലാത്തിനും പരിഹാരമായി നമ്മുടെ തങ്ങൾ ഉസ്താദ് അവിടെ കിടക്കുകയാണ്. അവിടെ പോയി പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പേടിയും പേടിക്കേണ്ടതില്ല. നമുക്കൊരു പ്രശ്നവും അവിടെ അനുഭവിക്കേണ്ടതില്ല. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നമുക്ക് മാറണം. അവങ്ങളത്തെ ഒരു ഈമാനുള്ള മക്കളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആ ഉമൈർ റളിയല്ലാഹു അൻഹും സഅദ് റളിയല്ലാഹു അൻഹും തങ്ങളെ കൂടെ വന്ന മുഹാജിറിൽപ്പെട്ട ആളാണ്. മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ കൂടെ വന്ന മുഹാജിറിൽപ്പെട്ട ആളാണ്. അതാ സഅദ് റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നു, ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംർ ഇബ്നു മുആദ് വ ബൈന ഉമൈർ ഇബ്നു അബീ വഖാസ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് അതാ ആർക്കും പരിചയമുള്ള ആളില്ലല്ലോ, കുടുംബക്കാരില്ലല്ലോ. കുടുംബത്തെയും സ്വത്തിനെയും സമ്പത്തിനെയും കൂട്ടാളികളെയും എല്ലാം ഒഴിവാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നതല്ലേ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വെറുതെയാക്കിയില്ല. ആ ഉമൈർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു കൂട്ടുകാരനെ നൽകുകയാണ്. അതാ അംർ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന കൂട്ടുകാരനെ ആക്കി കൊടുക്കുകയാണ്. നിങ്ങൾ ഇവരുടെ കൂടെ ജീവിച്ചോ, നിന്റെ കൂട്ടുകാരനാണിത്, ഒറ്റക്കല്ല, ഒറ്റക്കാണെന്ന് ബേജാറാവണ്ട. അങ്ങനെ ആ മുആദ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഉമൈർ റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പോകുമ്പോൾ മക്കക്കാർക്ക് മാത്രമേ യുദ്ധമുള്ളൂ, മദീനക്കാരാകുന്ന ഞങ്ങൾ പോകേണ്ടതില്ല എന്ന് കരുതിയില്ല. അവിടുന്ന് അംർ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കൂടെ യുദ്ധത്തിന് വേണ്ടി പോയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായത് 33
അങ്ങനെ ആ ഉമൈർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉമൈർ റളിയല്ലാഹു അൻഹുക്ക് അനുവാദം കൊടുത്തു. ഈ രൂപത്തിലാണ് ബദർ കളത്തിൽ സ്വഹാബത്ത് അവിടുന്ന് പോരാടിയത്. ഒരുപാട് കുഞ്ഞുങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടി പങ്കെടുക്കുകയും ആ ബദർ യുദ്ധത്തിൽ അവർ വല്ലാതെ യുദ്ധം ചെയ്തു. വല്ലാതെ ഈമാനിക ശക്തിയായിരുന്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. ഈ രൂപത്തിൽ യുദ്ധം ചെയ്ത് ആ യുദ്ധം റമളാൻ 17 വിജയിച്ചടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും. അല്ലാഹുവിന്റെ സഹായം പൂർണ്ണമായും ബദർ യുദ്ധത്തിൽ കിട്ടിയെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് നസറകുമുല്ലാഹു ബിബദർ. ബദറിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും അവിടെ നിന്ന് സഹായിച്ചു. വ അൻതും അദില്ല. അതേ സമയത്ത് നബിയെ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തും തങ്ങളും നിന്യരായിരുന്നു. വലിയ കഴിവുള്ള ആളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, നിന്യരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കൂടെ ഒരുപാട് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ബദറിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത് 70 ഒട്ടകം മാത്രമാണ്. 70 ഒട്ടകമാണ് ബദറിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. ഒറ്റ കുതിര മാത്രം. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരൊറ്റ കുതിര. ഇത്രയും വാഹന കമ്പടികൾ മാത്രമാണ് ബദറിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തും ഫഹമ്മിലുഹും. അല്ലാഹുമ്മ പടച്ചവനേ, എന്റെ അനുചരന്മാർ, എന്റെ കൂടെയുള്ള സ്വഹാബത്ത്, അവരെ കയ്യിൽ വാഹനമില്ല അല്ലാ, അതുകൊണ്ട് ഫഹ്മിലുഹും, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തും ഫക്സീഹിം. അല്ലാഹുമ്മ പടച്ചവനേ, എന്റെ അനുചരന്മാർ അവർ വസ്ത്രമില്ലാത്തവരാണ്, അവർക്ക് ആവശ്യത്തിന് വേണ്ടിയ വസ്ത്രങ്ങളില്ല, അതുകൊണ്ട് അവർക്ക് വസ്ത്രം കൊടുക്കണേ അല്ലാ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉം. പടച്ച റബ്ബേ, എന്റെ കൂടെയുള്ള അനുചരന്മാർ അവരെ കയ്യിലൊക്കെ വിശന്നവരാണ്, ദാഹിക്കുന്നവരാണ്, അതുകൊണ്ട് ഫഅസ്ബിഉഹും, അവരെ വയറ് നിറച്ചും നീ നൽകണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, ഈ മൂന്ന് ദുആയിന് ഫലമായി ഫഫതഹല്ലാഹു ലഹു യൗമ ബദർ. ബദർ ദിവസദാ ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വലിയ തുറസ് നൽകുകയാണ്. വൻഖലബൂ ഹീനൻഖലബൂ, അവിടുന്ന് തിരിച്ച് മടങ്ങുന്ന സമയത്ത് അല്ലാഹ് കൊടുത്തത് എന്താണ്? വമാ മിൻഹും റജുലുൻ ഇല്ലാ വഖദ് റജഅ ബിജമലിൻ ഔ ജമലൈൻ. പോകുമ്പോൾ ആവശ്യത്തിന് വാഹനമില്ലാത്ത, കുതിരയില്ലാത്ത, അവിടെ ഒട്ടകമില്ലാത്ത സഹാബികൾ മടങ്ങി വരുമ്പോൾ ഓരോരുത്തർക്കും, ഓരോ സഹാബിക്കും 1-2 വാഹനങ്ങൾ അവരെ കയ്യിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദുആന് അല്ലാഹു ഉത്തരം നൽകിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് പോവുകയാണ്. അവിടുന്ന് പോകുമ്പോൾ വലിയ പ്രയാസം, ഒന്നും അവിടെ കയ്യിലില്ലല്ലോ. എന്നാൽ 70 ഒട്ടകം, 305-6 പേര് യുദ്ധത്തിന് വേണ്ടി പോകുന്നു. ഉള്ള വാഹനം വെറും 70 എണ്ണമാണ്. അപ്പോൾ ഒരു ഒട്ടകത്തിൽ 1-2 ആൾക്കൊന്നും ഇരിക്കാൻ പറ്റൂല. 3-4 ആളുകളെ ഓരോ ഒട്ടകത്തിലേക്കും അവിടെ നിന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീതിച്ചു കൊടുക്കുകയാണ്. ഒരു ഒട്ടകത്തിൽ 3 ആള്, അല്ലെങ്കിൽ ഒട്ടകത്തിൽ 4 ആള്, ഇങ്ങനെ ഓരോ വാഹനത്തിലും 3-4 ആള് പേരുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചിട്ട് ബദറിലേക്ക് നീങ്ങുകയാണ്.
അങ്ങനെ നീങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവല്ലേ, വലിയ നേതാവ്, നമുക്ക് എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവർ സ്വഹാബത്തിന് മനസ്സിലായതാണ്, ഉൾക്കൊണ്ടതാണ്. എന്നിട്ട് നേതാവാണെന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വന്തത്തിന് ഒരു വണ്ടി മാത്രം, ഒരു വാഹന നബി തങ്ങൾക്ക് വേണ്ടി മാത്രം നിശ്ചയിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി റളിയല്ലാഹു അൻഹും അതുപോലെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹും ആണ് മൂന്നാളുകൾ ഒരൊട്ടകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ ലുബാബ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഒരൊട്ടകത്തിലാണ്. അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറെ ഒട്ടകത്തിലാണ്. അതുപോലെ അബൂ കബ്സ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു അവർ വേറെ ഒട്ടകത്തിലാണ്. ഇങ്ങനെ മുമ്മൂന്നീച്ച പേരാളുകൾ ഓരോ ഒട്ടകത്തിൽ ഇങ്ങനെ നിശ്ചയിച്ച് യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര നീങ്ങുകയാണ്. എങ്ങനെ മൂന്നാളുകൾക്ക് ഒറ്റ ഒട്ടകത്തിൽ ഒരേ സമയത്ത് സഞ്ചരിക്കാൻ കഴിയോ? ഇല്ല, ഇല്ല. അവര് പോകുന്നത് ഓരോ ഊഴം വെച്ചുകൊണ്ടാണ് പോകുന്നത്. അഥവാ കുറച്ച് സമയം ഒരാൾ സഞ്ചരിക്കും, ബാക്കി രണ്ടാളുകൾ നടക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ നേരത്തെ ഇരുന്ന ആള് താഴെ ഇറങ്ങും, മറ്റേ ആള് മുകളിൽ കയറിയിരിക്കും, ബാക്കി രണ്ടാളുകൾ നടക്കും. എന്നിട്ടോ അതേപോലെ തന്നെ മൂന്നാമത്തെ ആള് കയറും, ബാക്കി രണ്ടാളുകൾ നടക്കും. ഇങ്ങനെ ഊഴം വെച്ചുകൊണ്ടാണ് ബദറിലേക്ക് അവർ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇതേപോലെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് ഈ മൂന്നാളുകളും പോകുന്നു. അതേ സമയത്ത് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കണം, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ ബദറിലേക്ക് പങ്കെടുക്കാത്ത സ്വഹാബിയാണ്. അബൂ ലുബാബയെ പകുതിയിൽ വെച്ച് പറഞ്ഞയച്ചില്ലേ? അബൂ ലുബാബയെ അവിടുന്ന് പകുതിയിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അവിടുന്ന് ആ അബൂ ലുബാബക്ക് പകരം മർസദ് റളിയല്ലാഹു അൻഹുവിനെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. നമ്മൾ വണ്ടിയിൽ പോകും പോലല്ല. നമ്മൾ വണ്ടിയിൽ പോകുമ്പോ ഒരാള് നമ്മളെ വണ്ടിയിൽ നിന്ന് പകുതിയിൽ നിന്ന് ഇറങ്ങേണ്ടി ഇറങ്ങിയാൽ കുറെ ആളുകൾ ചിലപ്പോ മറ്റേ വണ്ടിയിലൊക്കെ ഉണ്ടാവും, തിങ്ങി നിറഞ്ഞുണ്ടാവും ഒരുപാട് വണ്ടികൾ. അപ്പൊ നമ്മൾ കയറിയ വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോ നമ്മൾ അവിടെ ചെയ്യുന്നത് മറ്റേ വണ്ടിയിൽ നിന്ന് ആളെ കയറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ കാല് നീട്ടിയിരിക്കും. നമ്മൾ കാല് നീട്ടിയിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അവിടെ നിന്ന് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോയപ്പോ പിന്നെ ആ ഒട്ടകത്തിൽ അലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ മാത്രമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും കൂടി അതിലേക്ക് എടുക്കുകയാണ്. മർസദ് റളിയല്ലാഹു അൻഹു എടുക്കുന്നു, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ മർസദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലി റളിയല്ലാഹു അൻഹും ഒരു വാഹനത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ആദ്യത്തെ ഊഴത്തിങ്ങനെ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറി പോകുന്നു. അലി റളിയല്ലാഹു അൻഹു മർസദ് റളിയല്ലാഹു അൻഹു നടക്കുന്നു. അങ്ങനെ കുറച്ചങ്ങ് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങേണ്ട ഊഴമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടുന്ന് മർസദ് റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും പറയുന്നു, ഖാലാ, രണ്ടുപേര് പറയാണ്, നഹ്നു നംശി അൻക യാ റസൂലല്ലാഹ്. ഓ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഇറങ്ങേണ്ടതില്ല. നേതാവിനോടുള്ള അടങ്ങാത്ത സ്നേഹം, നേതാവിനോടുള്ള ആദരവ്, ബഹുമാനം, സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾക്ക് പകരം ഞങ്ങൾ രണ്ടുപേര് നടക്കാം ഹബീബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഓ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ നേതാവാണ്, എല്ലാ ഓഫറും നൽകിയ നേതാവാണ്. അല്ലാഹു എല്ലാം അവിടെന്ന് കൊടുത്തില്ലേ? എന്നിട്ട് അവിടെന്ന് പറഞ്ഞത്, മാ അന്തുമാ ബിഅഖ്വാ മിന്നീ, നടക്കാ നിങ്ങൾ എന്നെക്കാൾ ശക്തന്മാരല്ലല്ലോ. ഏത് സമയത്താണ് ഇത് പറയുന്നതറിയുമോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 55 വയസ്സാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എനിക്കും നടക്കണം, എന്നെക്കാൾ നിങ്ങൾ ശക്തരല്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങുകയാണ്. മാത്രമല്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, വലാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രം കൂലി കിട്ടിയിട്ട് എനിക്ക് കൂലിയൊന്നും വേണ്ട എന്നാണോ? ഇല്ല ഇല്ല, എനിക്കും കൂലി വേണം. ആരാണിത് പറയുന്നത്? എല്ലാം പുറത്തു കൊടുത്തത്, ഇനി മുമ്പോ ശേഷമോ ഒരു തെറ്റും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫറല്ലാഹു ലഹു മാ തഖദ്ദമ വമാ തഅഖർ, മുമ്പുള്ളതും ശേഷമുള്ളതെല്ലാം പുറത്തു കൊടുത്തു. ഒരു തെറ്റും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വഹാബത്തിനോട് പറയുന്നത്, എനിക്കും കൂലി വേണേ, എന്റെ അക്കൗണ്ടിലേക്കും കൂലി വേണേ. ഒരു നേതാവിന്റെ മാതൃകയായ ജീവിതം, നേതാവ് പറയേണ്ട മറുപടി അതാണ്. അല്ലാതെ നേതാക്കളാണെന്നും പറഞ്ഞ് ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞാൻ ഇന്നതിന്റെ നേതാവാണ്, ഞാൻ അതുകൊണ്ട് അനങ്ങൂല, ബാക്കിയുള്ള ആളുകൾ പോവട്ടെ, അവരെന്ന് എണീ നടക്കട്ടെ, അവർ പള്ളി ക്ലീനാക്കട്ടെ, അവർ പള്ളിയിൽ നിന്ന് കച്ചറകൾ വാരട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ടില്ലേ? ഇത്ര വലിയ നേതാവായിട്ടും അവിടെന്ന് പറഞ്ഞത്, എനിക്കും നടക്കണം, ഇനി നിങ്ങളുടെ ഊഴത്തിൽ നിങ്ങൾ തന്നെ കയറിയിരുന്നോളൂ. അങ്ങനെയാണ് ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കുന്നത്. ഇങ്ങനെ ബദറിൽ ധാരാളം പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബദർ തുടങ്ങുന്നത് മുതൽ, യാത്ര തുടങ്ങുന്നത് മുതൽ ബദർ അവസാനിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അവിടുന്ന് പഠിക്കാനുള്ള പാഠങ്ങളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് കാണിച്ചത്. ഈ ഒരു ചരിത്രം, സംഭവങ്ങൾ ആദാബ് സഫറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആദാബ് സഫർ എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണം ഉണ്ടാവണം, പരസ്പരം നല്ല സ്നേഹത്തിലാവണം, മനസ്സുകൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോവണം. ഇല്ലെങ്കിൽ യാത്രയിൽ വലിയ പ്രയാസമുണ്ടാകും. ഈ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതമെല്ലാം നല്ല ശുദ്ധമായിരിക്കും. അതുകൊണ്ട് ഉമ്മമാരെ, നാളെ ബദരീങ്ങൾ ആണ്ടിന്റെ ദിവസമാണ്. അവിടത്തേക്ക് ധാരാളം ഖുർആൻ ഓതണം, യാസീൻ ഓതിയിട്ട് അവിടത്തെ പേരിൽ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് അസ്മാഉൽ ബദർ നമ്മൾ എല്ലാവരും ചൊല്ലണം. ഈ ബദരീങ്ങളെ നമ്മൾ വിളിച്ചാൽ നമുക്ക് വലിയ കാവലാണ്. അവരെ വിളിച്ചുകൊണ്ടേ നമ്മൾ ഇരിക്കണം. എല്ലാ ദിവസവും മുടങ്ങാതെ അസ്മാഉൽ ബദർ ചെല്ലുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കണം. വലിയ പരിഹാരമാണ്. ഞാൻ ഇന്നലെ ഒരു ഉസ്താദിനോട് ഇങ്ങനെ ബദറുമായി സംബന്ധിച്ച വിഷയം സംസാരിക്കുമ്പോ ഉസ്താദിന്റെ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചു. വല്ലാത്തൊരു സംഭവമാണ്. ഉസ്താദിന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ വല്ലാത്ത തലകറക്കം, തീരെ എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു പ്രഷർ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രഷറിന് അസുഖം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് പ്രഷർ അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ബേജാറ് പറഞ്ഞു. അങ്ങനെ പ്രഷറിനുള്ള മരുന്ന് ഉസ്താദിന്റെ കയ്യിൽ ഡോക്ടർ കൊടുക്കുകയാണ്. പക്ഷേ പ്രഷറിന്റെ ഗുളിക കഴിച്ചാ പിന്നെ അത് മുറിയാതെ കഴിക്കണം എന്നുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശം. ഉസ്താദിന് പേടിയായി. അപ്പോ ആ ഗുളിക കുടിക്കാൻ കൂട്ടാക്കിയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഗുളിക കുടിക്കണ്ട എന്നല്ല, ഗുളിക ആവശ്യമുള്ളൊക്കെ കുടിച്ചോളൂ. അപ്പൊ ഉസ്താദ് ആ ഗുളികയും ഒന്നും കുടിക്കാതെ തന്നെ, വാങ്ങാതെ തന്നെ വീട്ടിലേക്ക് പോയി. വീട്ടില് അങ്ങനെ ഉസ്താദ് രാത്രി ഇശാ കഴിഞ്ഞ ശേഷം വുളൂഎടുത്ത് അവിടെ നിന്ന് ഒരു യാസീൻ ഓതി, ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് ഒരു യാസീൻ ഓതി, എന്നിട്ട് അസ്മാഉൽ ബദർ വളരെ വ്യക്തമായി ചൊല്ലി തീർത്തു. ഇങ്ങനെ ഉസ്താദ് ദിവസങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വുളൂഎടുത്ത് ഒരു യാസീൻ ബദരീങ്ങളെ പേരിൽ ഓതി അസ്മാഉൽ ബദർ ഇങ്ങനെ ചൊല്ലി. ഗുളികൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി.
ഇങ്ങനെ ചൊല്ലി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഉസ്താദിനൊരു സ്വപ്നം കാണുക. രാത്രി കിടന്നുറങ്ങിയപ്പോ എന്താ സ്വപ്നം? ഒരു പാമ്പ് സ്വപ്നത്തിൽ വരാം. ആ പാമ്പിനെ കണ്ട ഉടനെ ഉസ്താദ് അടിച്ചു കൊല്ലുന്ന ഒരു സ്വപ്നമാണ് കണ്ടത്. സാധാരണയിൽ ഉസ്താദിന് കാണാറുള്ളത് പാമ്പിന് വന്നാൽ പാമ്പ് പേടിപ്പെടുത്തുകയും ഉസ്താദിന് പാമ്പിനോടൊന്നും ചെയ്യാൻ പറ്റാതെ വല്ലാതെ പേടിക്കുന്ന സ്വപ്നങ്ങളാണ് പൊതുവെ കാണാറുള്ളത്. പക്ഷേ അന്ന് കണ്ടത് ആ പാമ്പിനെ അടിച്ചു കൊല്ലുന്ന രംഗമാണ് ഉസ്താദിന് കാണുന്നത്. ഉസ്താദിന് അന്ന് രാവിലെ എണീക്കുമ്പോ മനസ്സിന് ഭയങ്കര സമാധാനം, നല്ല റാഹത്ത്, മനസ്സിന് സുഖം. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ നടത്താൻ വേണ്ടി ഒരു അന്വേഷണം നടത്തുന്നു. നോക്കുമ്പോൾ ഉസ്താദിന് ഒരു പ്രഷറും ഇല്ല. നേരത്തെ പ്രഷർ എന്ന് പറഞ്ഞിട്ട് ബേജാറ് പറഞ്ഞ ഉസ്താദിന് ഒരു പ്രയാസവുമില്ല. ഇന്നും ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. ഈ സംഭവം കഴിഞ്ഞിട്ട് 5-6 വർഷങ്ങളായി. ഇന്നും ഉസ്താദിന് പ്രഷറിന്റെ വിഷയത്തിൽ ഒരു അസുഖവും ഇല്ല. അസ്മാഉൽ ബദർ കൊണ്ടുള്ള നേട്ടം വലിയ പവറാണ്. അസ്മാഉൽ ബദറിന് ചെറിയതൊന്നല്ല. അസ്മാഉഹും കഹ്ഫുൽ വറാ വകറാമത്തുൻ മിൻ കുല്ലി ദാഇയത്തിൻ വമിമ്മാ യഖ്ദിറൂ. അസ്മാഉൽ ബദർ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അത് വലിയ കാവലാണ്, നമുക്ക് അത്താണിയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും അസ്മാഉൽ ബദർ ചൊല്ലണം. അത് പതിവാക്കിയിട്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുമെന്നാണ് നമ്മുടെ അനുഭവങ്ങൾ മുഴുവനും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ വീടകങ്ങളിൽ അസ്മാഉൽ ബദർ നമ്മൾ എഴുതി വെക്കാറുണ്ട്. എഴുതിയിട്ട് വീടിന്റെ മുൻവശത്ത് തൂക്കി വെക്കാറുണ്ട്. അത് വലിയ കാവല് തന്നെയാണ്, സംരക്ഷണം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ദിവസവും അത് ചൊല്ലണം. ചൊല്ലിയിട്ട് അതിനിൽ ഒരു വെള്ളത്തിൽ മന്ത്രി ചോദിച്ച് ആ വെള്ളം കുടിച്ചാലും പ്രശ്നമില്ല. അങ്ങനെ എല്ലാ രോഗത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും ശാരീരിക, മാനസിക, സാമ്പത്തിക മുഴുവൻ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് അസ്മാഉൽ ബദർ. എത്രയോ ഉമ്മമാർ ധാരാളം പ്രയാസപ്പെടുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, കൈകാലുകൾ വേദന അനുഭവിക്കുന്നവരുണ്ട്, നടുവേദന അനുഭവിക്കുന്നവർ, ബ്ലീഡിങ്ങിന്റെ പ്രശ്നം പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നവർ, ഇങ്ങനെ ധാരാളം ഉമ്മമാരുണ്ട്. തലകറക്കമുള്ളവർ, ഇങ്ങനെ ദൈനംദിനമായി അവർക്ക് ഈ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ട്. പരിഹാരം ഒന്നേ ഉള്ളൂ, അസ്മാഉൽ ബദർ പതിവാക്കിക്കോളീ. നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും അല്ലാഹ് പരിഹരിച്ചു തരും. പ്രയാസങ്ങളെല്ലാം അല്ലാഹു നമ്മൾക്ക് മാറ്റിത്തരും. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ അസ്മാഉൽ ബദർ ചൊല്ലി അവരുടെ പൊരുത്തം വാങ്ങി ജീവിക്കാൻ ശ്രമിക്കണേ ഉമ്മമാരെ. ആ അസ്മാഉൽ ബദർ ചൊല്ലി അവരുടെ പൊരുത്തം വാങ്ങി അവരുടെ പേരിൽ എന്നിട്ട് ആ അസ്മാഉൽ ബദറും ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ് അനുഭവസ്ഥരോട് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ദുആ ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചോദിച്ച് വാങ്ങണം. ആ രൂപത്തിൽ നമ്മൾ ജീവിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ആ അസ്മാഉൽ ബദർ ചെല്ലുമ്പോ നല്ല അദബോടെ ചെല്ലണം. അസ്മാഉൽ ബദർ ചെല്ലാൻ പല രൂപങ്ങളുണ്ട്. ആ 3 രൂപത്തിൽ അസ്മാഉൽ ബദർ ചെല്ലാൻ കഴിയും. ഒന്ന്, അസ്മാഉൽ ബദർ ആ പേര് മാത്രം ചൊല്ലിയിട്ട് അവസാനം റളിയല്ലാഹു അൻഹും എന്ന് പറയുന്ന ഒരു രീതി, നമ്മുടെ വ്യാപകമായ ഒരു രീതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പേര് ചൊല്ലിയിട്ട് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ഒന്നിച്ച് പറയുന്ന രൂപമുണ്ട്. മറ്റൊരു രൂപമുണ്ട്, ഓരോ പേരിനും തർളിയത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇങ്ങനെ ഓരോന്നിനും ഓരോ തർളിയത്ത് ചൊല്ലിയിട്ടുള്ള രൂപമുണ്ട്. മൂന്നാമത്തെ ഒരു രൂപമുണ്ട്, അതാണ് ഏറ്റവും നല്ല രൂപം. ആ രൂപത്തിൽ പതിവാക്കിയാൽ വലിയ ഉപകാരം. ഏറ്റവും നല്ല രൂപം അതാണ്. എല്ലാ പേരിന്റെ മുമ്പും സയ്യിദിനെ കൂട്ടുകയും ശേഷം ഓരോ പേരിന്റെ ശേഷവും തർളിയത്ത് പറയാം. സയ്യിദന അബൂബക്കർ റളിയല്ലാഹു അൻഹു, വസയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു, വസയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, വസയ്യിദന അലി ഇങ്ങനെ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഓരോരുത്തരുടെ പേരിലും സയ്യിദിനെ കൂട്ടി ശേഷം തർളിയത്ത് ചൊല്ലുന്ന ഒരു രൂപം, അത് ഏറ്റവും നല്ല രൂപമാണ്. ആ രൂപത്തിൽ തന്നെ അസ്മാഉൽ ബദർ ചൊല്ലി
നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈ റമദാൻ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. പല ആളുകളും നമ്മുടെ മുഹിമ്മാത്തിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടെ ഈ ക്ലാസ്സിൽ ഒരുപാട് സംഭാവന നൽകിയവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ നമ്മുടെ നാട്ടിലെ ഒരു സഹോദരൻ, ഷഹീർ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ജിദ്ദയിലാണ്, നമ്മുടെ മുഹിമ്മാത്തിന്റെ വലിയ സഹകാരിയാണ്. അദ്ദേഹം അവിടെയുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിലും കൂട്ടുകാരിൽ നിന്നെല്ലാം മുഹിമ്മാത്തിലേക്ക് അരി ശേഖരിച്ചിട്ട് 25,000 രൂപ ഇവിടെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ അത് ഓഫീസിൽ കൊടുത്തിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ധാരാളം ലക്ഷ്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തുകൊടുത്ത് വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് സയ്യിദ് ത്വാഹിറുൽ ലഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വലിയ ബറക്കത്തും പൊരുത്തവും അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു നൽകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തി തരുമാറാവട്ടെ. അതുപോലെ ഈ നാട്ടിലെ ഉമ്മമാർ ഇവിടെ ധാരാളം സഹായങ്ങൾ ചെയ്യുന്നവരാണ്. അതോടൊപ്പം നമ്മുടെ പള്ളിയിലെ മഹല്ലത്തിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരും കൂടിയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും നാട്ടുകാർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. നമുക്ക് തവസ്സുൽ ബൈത്തും പാടിയിട്ട് ദുആ ചെയ്യാം. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله الله سلام الله على ياسين حبيب الله إلهي نجنا واكشف جميع أذية وصريف مكائد العدا والتوف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نفس الكرباء عن العاصين والعطباء وكل بلية ووباء بأهل البدر يا الله فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وكم أغنيت ذا العسر وكم أوليت ذا الفقر وكم عافيت ذا البزر بأهل البدر يا الله لقد ضاقت على القلب جميع الأرض مع رحبي فأنج من البلاء الصعب بأهل البدر يا الله صلاة الله سلام الله
على طه رسول الله صلاة الله سلام الله على ياسين حبيب الله أتينا طالب الرفد وجل الخير والسعد فوسع منحة الأيدي بأهل البدر يا الله فلا تردد مع الخيبة بل اجعلنا على الطيبة يا ذا العز والهيبة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وإن تردد فمناتي لنيل جميع حاجاتي هيا جال الملمات بأهل البدر يا الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كربة تنفي بأهل البدر يا الله وصل على النبي البر بلا حد ولا حصر وآل سادة غر وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഇവിടെ ഇരുന്ന ഇരുത്തവും ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാം സ്വാലിഹായ അഅ്മാലുകളെ കൂട്ടത്തിൽ നീ ആക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തന്ന് ഞങ്ങൾക്ക് നീ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ റമളാൻ അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്. ഒരുപാട് റമളാൻ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ റമളാൻ നീ പാഴാക്കി കളയല്ല റഹ്മാനെ. കഴിഞ്ഞ വർഷം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന പലരും ഖബറിലാണ് റബ്ബേ. അവരെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി ഒരുപാട് റമളാൻ നൽകണം റഹ്മാനെ. റബ്ബേ, സാധുക്കളായ നമ്മളെ ഉമ്മമാർ അവരെ വീടകങ്ങളിലുള്ള എല്ലാ തിരക്കുകളും പണികളും മാറ്റിവെച്ചിട്ടാണ് ഇവിടെ എത്തിയത്. റബ്ബേ, അവർക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണം റഹ്മാനെ. അവരെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഒരുപാട് ഉമ്മമാർ സംഭാവന നൽകിയവരുണ്ട് റഹ്മാനെ. തങ്ങൾ ഉസ്താദിന്റെ പൊരുത്തം നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഉമ്മമാരെ കൂട്ടത്തിൽ പല ജാതി പ്രയാസങ്ങളുള്ളവരുണ്ട് റഹ്മാനെ. അല്ലാ, മക്കള് ജോലി ഇല്ലാത്ത വിഷമുള്ളവരുണ്ട്, നല്ല ജോലി നീ നൽകണേ അല്ലാ. റബ്ബേ, ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാത്തവരുണ്ട്
കഴിയാത്തവരുണ്ട്, നല്ല ജോലി നീ നൽകണം റഹ്മാനെ. മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. കൈകാലുകൾ, ഊരവേദന, നടുവേദന, മറ്റു പ്രയാസങ്ങൾ പലതുമുള്ള ഉമ്മമാരുണ്ട്. റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നിന്നോടുള്ള ആദരവോടെ, നിന്റെ ഇൽമിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഇവിടെ എത്തിയത്. റബ്ബേ അവർക്ക് നീ അതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഗർഭിണികളുണ്ട് നമ്മളെ കൂട്ടത്തിൽ, പടച്ചവനെ സുഖപ്രസവം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഓരോരുത്തരുടെയും വീടകങ്ങളിൽ വിവാഹപ്രായമെത്തിയവരുണ്ട്, നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും പ്രയാസങ്ങളില്ലാതെ ഇസ്സത്തോടുകൂടെ ഞങ്ങൾക്ക് നല്ല സന്തോഷകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണം റഹ്മാനെ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് ഇൽമു നുകർന്നു തന്ന് ഞങ്ങളെ മുഹിമ്മാത്തുലെ ഞങ്ങളെ ഉസ്താദുമാർ, മറ്റു ഞങ്ങളെ ഉസ്താദുമാർ മുഴുവനും റബ്ബേ അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ഇവർക്ക് നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹ് അവരെ നീ ഐശ്വര്യത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഇവിടെ പോറ്റി വളർത്തിയ ഞങ്ങളെ മുഹിമ്മാത്ത് ഈ സ്ഥാപനത്തിന് നീ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. തങ്ങൾ ഉസ്താദിന് ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരുടെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അവസാനം ഞങ്ങളെ നീ ഈമാനോടുകൂടെ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് മരിപ്പിക്കണേ അല്ലാഹ്. ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. റബ്ബേ അവസാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങളെയും ഞങ്ങളുടെ മേൽ പറയപ്പെട്ട മുഴുവൻ ആളുകൾക്കും സ്വർഗ്ഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ചോദിക്കാൻ അർഹതയില്ല, നിന്റെ നരകമൊട്ടു താങ്ങാനുള്ള ശക്തിയില്ല റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നീ സ്വർഗ്ഗം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹ്റ അശ്ശരീഫ അൽ-അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വമശായിഖിനാ വഅസാതിദതിനാ മിനദ്ദുയൂനി വൽമളാലിമി വന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.